Good evening. Good evening, dear aspirants. Hello, good evening. Join ചെയ്തിട്ടില്ലേ? Okay, Vidya. Good evening, Vidya. Okay. എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ അല്ലേ? ഓക്കെ. നമ്മളിന്ന് അസിസ്റ്റൻറ്റ് പ്രൊഫസർ ഇൻ നഴ്സിംഗ് ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ, അതാണ് നമ്മളുടെ ഇന്നത്തെ ഒരു ടാസ്ക്. അതാണ് ഒരു 1.5 hours നമുക്ക് കിട്ടും. ഒരു 40 questions നമ്മളൊന്ന് ഡിസ്കസ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. ഓക്കെ. അപ്പോൾ അതിനു മുമ്പ് നമ്മളുടെ അസിസ്റ്റൻറ്റ് പ്രൊഫസർ ഇൻ നഴ്സിംഗ് അവർ യൂണിക് കോംപ്രിഹെൻസീവ് പാക്കേജ്, അതിനെക്കുറിച്ച് 1-2 വാക്ക് പറയുന്നു. അതായത് നമ്മളുടെ കോഴ്സ് പാക്കേജ് എന്ന് പറയുന്നത് വിച്ച് ഇൻക്ലൂഡ് ദിസ് ബേസിക് സബ്ജക്റ്റ് ആൾമോസ്റ്റ് 75 hours ആണ് നമ്മളുടെ ബേസിക് സബ്ജക്ട്സിനുള്ളത്. ഫോർ ദിസ് സ്പെഷ്യാലിറ്റി ടോപ്പിക്സ് ആൾമോസ്റ്റ് 150 hours. ഫോർ ദിസ് അഡ്വാൻസ്ഡ് ടോപ്പിക്സ് 50 hours. And also we are having 5 webinars on most important topics. That's around 10 hours. And also must know topics which will be handled by experts like doctors, retired professors, and also from experts from government medical colleges and nursing colleges. അത് ഏതാണ്ട് ഒരു 15 hours ലഭിക്കും. അതേപോലെ തന്നെ നമ്മളുടെ ഒരു കോംപ്രിഹെൻസീവ് റിവിഷൻ പാക്കേജും ഉണ്ട്. ദാറ്റ്സ് അറൗണ്ട് 30 hours. ഇപ്പോൾ വളരെ കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള യുണീക്കായിട്ടുള്ള ഒരു കോഴ്സ് പാക്കേജാണ് നമുക്കുള്ളത്. അപ്പോൾ പരമാവധി ഇത് പ്രയോജനപ്പെടുത്തുക. അതേപോലെ തന്നെ നമ്മളുടെ ടോട്ടൽ ഏതാണ്ട് ഒരു നിങ്ങൾക്ക് ഈ ഒരു കോഴ്സിലൂടെ ഏതാണ്ട് ഒരു 330 hours ആയിരിക്കും നിങ്ങൾക്ക് ലഭിക്കാൻ പോകുക ഈ ഒരു കോഴ്സിലൂടെ. ഇപ്പോൾ നമ്മളുടെ അസിസ്റ്റൻറ്റ് പ്രൊഫസർ ഇൻ നഴ്സിംഗ് ക്ലാസ്സസ് ഇന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇന്ന് 17th ആണ്. ഇന്ന് മുതലാണ് നമ്മളുടെ കോഴ്സസ് ആരംഭിച്ചിരിക്കുന്നത്. നമ്മളുടെ കോഴ്സ് ഇന്നാണ് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ വളരെ നേരത്തെ തന്നെ നമ്മളുടെ ഒരു കോഴ്സിൻ്റെ ഭാഗമായി ചേർന്നുകൊണ്ട് നിങ്ങൾക്ക് മികച്ച ഒരു റാങ്കിലേക്ക് എത്താവുന്നതാണ്. ഇനി വളരെ പ്രധാനപ്പെട്ട 1-2 കാര്യങ്ങളോട് എനിക്ക് പറയാനുണ്ട്. എല്ലാവരുടെയും ഒരു സംശയമാണ് ഈ അസിസ്റ്റൻറ്റ് പ്രൊഫസർ ഇൻ നഴ്സിംഗ് പോലെയുള്ള പരീക്ഷകൾക്ക് പ്രത്യേകിച്ചും ഒരു കോച്ചിങ് ആവശ്യമാണോ എന്നുള്ളത്. ഈ അടുത്ത സമയങ്ങളിൽ പോലും എൻ്റെ പല കൊളീഗ്സും പല സ്റ്റുഡൻസും ഒക്കെ ചോദിച്ചൊരു ചോദ്യമാണ്, അതിൻ്റെ ആവശ്യമാണോ? നമുക്കൊരു ഗൈഡ് വെച്ചെങ്കിൽ പഠിച്ച് പോയാൽ പോരെ, അല്ലെങ്കിൽ ടെക്സ്റ്റ് ബുക്കൊക്കെ അവൈലബിൾ ആണല്ലോ, അതൊക്കെ വെച്ചെങ്കിൽ പോയാൽ പോരെ. അങ്ങനെയാണെങ്കിൽ ഞാനൊരു സിമ്പിളായിട്ടുള്ള ഒരു സ്റ്റോറി പറയാം. വളരെ സിമ്പിളായിട്ടുള്ളൊരു സ്റ്റോറി, ഒരു 3 minutes കൊണ്ട്. അതായത് ഒരു അച്ഛനും മകനും കൂടെ ഒരു വലിയൊരു കാടിന് സമീപമുള്ള ഒരു നടപ്പാതയിലൂടെ ഇങ്ങനെ നടന്നു വരികയായിരുന്നു. അപ്പോൾ അങ്ങനെ രണ്ടുപേരും കൂടി ഇങ്ങനെ നടന്നു വന്നപ്പോൾ അവിടെ ഒരു മരക്കൊമ്പ് ഇങ്ങനെ ചാഞ്ഞു നിൽക്കുന്നു. അപ്പോൾ മകൻ പറഞ്ഞു, അച്ഛാ എനിക്കത് ഒടിക്കണം എന്ന് പറഞ്ഞു. പക്ഷേ കുറച്ച് ഉയരത്തിലാണ്. അപ്പോൾ അച്ഛൻ പറഞ്ഞു, നീ പരിശ്രമിക്കൂ, നിൻ്റെ സർവ്വശക്തിയും ഉപയോഗിച്ച് നീ പരിശ്രമിക്കൂ, നിനക്കത് ഒടിക്കാൻ സാധിക്കും എന്ന് പറഞ്ഞു. യു ക്യാൻ എന്ന് പറഞ്ഞു. അപ്പോൾ മകൻ അത് ശ്രമിച്ചു. ആദ്യം ഒന്ന് ശ്രമിച്ചു, പരാജയപ്പെട്ടു. അപ്പോഴും അച്ഛൻ പറഞ്ഞു, മകനെ നീ സർവ്വശക്തിയും ഉപയോഗിച്ച് നീ പരിശ്രമിക്കൂ, നിനക്ക് അത് ഒടിക്കാൻ സാധിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ 1-2 ശ്രമങ്ങൾക്ക് ശേഷം ഈ കുട്ടി ആ മരക്കൊമ്പിൽ പിടിച്ചു. പക്ഷേ അവനത് ഒടിക്കാൻ സാധിച്ചില്ല. അപ്പോൾ അവൻ അച്ഛനോട് ചോദിച്ചു, അച്ഛൻ അറിയാമായിരുന്നല്ലോ എനിക്കത് ഒടിക്കാനുള്ള ശക്തിയില്ലെന്ന് അച്ഛനെ അറിയാമായിരുന്നല്ലോ, എന്നിട്ടും എന്തിനാണ് പരിശ്രമിച്ചുകൊണ്ടിരിക്കാൻ അച്ഛൻ പറഞ്ഞത്, സർവ്വശക്തിയും ഉപയോഗിച്ച് പരിശ്രമിച്ചുകൊണ്ടിരിക്കാൻ പറഞ്ഞത് എന്ന് മകൻ അച്ഛനോട് ചോദിച്ചു. അപ്പോൾ അച്ഛൻ പറഞ്ഞു, മകനെ നിന്നോട് ആദ്യം മുതൽ തന്നെ പറയുന്ന ഒരു കാര്യം നിൻ്റെ സർവ്വശക്തിയും ഉപയോഗിക്കാനാണ്. പക്ഷേ നീ ഒരിക്കൽ പോലും ഞാനെന്ന നിൻ്റെ സർവ്വശക്തിയുടെ അടുത്ത് ചോദിച്ചില്ല എന്നുള്ള ഒരു കാര്യം അച്ഛൻ മകനെ ഓർമ്മിപ്പിച്ചു. അതായത് അച്ഛനും അവൻ്റെ സർവ്വശക്തി തന്നെയാണ്, പക്ഷേ അത് ഉപയോഗിക്കുന്ന കാര്യം മാത്രം ആ കുട്ടി മറന്നുപോയി എന്നുള്ളതാണ്.
അപ്പോൾ നമുക്ക് ചുറ്റും ഇങ്ങനെ നമുക്ക് സർവ്വശക്തിയും പകരാൻ പല റിസോഴ്സസുമുണ്ട്. അതിൽ ഒന്നാണ് നമ്മളുടെ ഈ റിസോഴ്സസും. അതായത് ഹൈലി അഡപ്റ്റ് ആയിട്ടുള്ള, ഹൈലി ജനറസ് ആയിട്ടുള്ള, ഹൈലി അഡപ്റ്റ് ആൻഡ് ജനറസ് ഫാക്കൽറ്റിയാണ് നമുക്കുള്ളത്. അത് തന്നെയാണ് നമ്മളുടെ ശക്തി, നമ്മളുടെ എക്സ്പീരിയൻസ്, നമ്മളുടെ എക്സ്പെർട്ടൈസ്, അതൊക്കെ തന്നെയാണ് നമ്മളുടെ ശക്തി. അതൊക്കെ നിങ്ങൾക്ക് പകർന്നു തരാൻ എന്തായാലും സോഡിയാക് അക്കാഡമി ഉണ്ട്. ആ ശക്തി നിങ്ങൾ പ്രയോജനപ്പെടുത്തുക. അപ്പോൾ അവിടെ എന്തായാലും നമുക്കൊരു എക്സ്റ്റേണൽ റിസോഴ്സസ് എപ്പോഴും നമുക്ക് ആ സക്സസ്, ആ ഒരു പാത്ത് നമുക്ക് എളുപ്പമാക്കി തരും എന്നുള്ളത് ഒരു തർക്കവുമില്ലാത്ത വസ്തുതയാണ്. അത് നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കുക. അപ്പോൾ കോച്ചിങ് ഒക്കെ ആവശ്യമാണ്. ഒരു കോച്ചിങ് സെൻറ്ററിൻ്റെ ഒരു കോച്ചിങ് സെൻറ്ററിൻ്റെ സഹായമുണ്ടെങ്കിൽ, ആ ഒരു കരുത്തുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് വളരെ എളുപ്പം തന്നെ പല സക്സസ് പാത്വേ പലതും നമുക്ക് എളുപ്പം നമുക്ക് അച്ചീവ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. എല്ലാവരും റെഡിയാണോ? നമുക്ക് തുടങ്ങാം. ഫീസ് ഡീറ്റെയിൽസിനെ കുറിച്ച് ഞാൻ പറയാം. നമ്മളുടെ സ്കോളർഷിപ്പ് എക്സാമിനേഷൻ്റെ കാര്യം നമുക്ക് 23rd ഒരു സ്കോളർഷിപ്പ് എക്സാമിനേഷനും കൂടെ ഉണ്ട്. സെക്കൻഡ് ഫേസ്. അതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. അപ്പോൾ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന എല്ലാവർക്കും തന്നെ 1000 rupees കോഴ്സ് ഫീ റിഡക്ഷൻ ഉണ്ടായിരിക്കും. ഓക്കെ, ഡീറ്റെയിൽസ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയാം. ഓക്കെ, ആദ്യം നമ്മളുടെ സ്കോളർഷിപ്പ് എക്സാമിനേഷൻ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. ആദ്യം 5 സ്ഥാനത്തിൽ എത്തുന്ന ആളുകൾക്ക് 50% കോഴ്സ് ഫീ റിഡക്ഷൻ ആണുള്ളത്. പങ്കെടുക്കുന്ന എല്ലാവർക്കും തന്നെ 1000 rupees കോഴ്സ് ഫീ റിഡക്ഷൻ ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാം. നമ്മളുടെ ടോപ്പിക്കിലേക്ക് വരാം. ഓക്കെ, ഒരു 40 question ഡിസ്കഷൻ. ഓക്കെ, നമ്മളുടെ അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ നഴ്സിംഗിൻ്റെ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ, അതായത് ലാസ്റ്റ് നടന്ന പരീക്ഷ 2018, അതായത് ഒരു 9th February 2018 നടന്ന ഒരു പരീക്ഷ അത്ര ടഫൊന്നും അല്ലാത്തൊരു പരീക്ഷയായിരുന്നു. അത്യാവശ്യം നമുക്ക് കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് ഗോ ത്രൂ ചെയ്ത് കഴിഞ്ഞായിരുന്നെങ്കിൽ അത്യാവശ്യം നല്ല സ്കോറൊക്കെ ലഭിക്കുമായിരുന്ന ഒരു പരീക്ഷയായിരുന്നു. ഓക്കെ, നമുക്ക് ഇന്ന് ഫസ്റ്റ് 40 questions ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് ഓരോന്നായിട്ട് കാണാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. എ 30-year-old primigravida came to the antenatal clinic at 16 weeks of gestation. She was instructed to perform triple test. കേൾക്കുമ്പോൾ തന്നെ മനസ്സിലായി, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ് അല്ലേ? This test is used for the evaluation of A choice hydrops fetalis, B choice Down syndrome, C choice congenital hypothyroidism, D choice phenylketonuria. ആൻസർ ചാറ്റ് ചെയ്യാം. സിമ്പിൾ, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. ആൻസേഴ്സ് ചാറ്റ് ചെയ്യാം നിങ്ങൾക്ക് പെട്ടെന്ന്. എന്തായിരിക്കാം ഇവിടെ ആൻസർ? ട്രിപ്പിൾ ടെസ്റ്റ് 16 weeks, അതൊക്കെ ആ ക്വസ്റ്റ്യനിലെ കീവേഡ്സ് ആണ്. ട്രിപ്പിൾ ടെസ്റ്റ് എന്തിനു വേണ്ടിയാണ്? ഫോർ ദിസ് ഡൗൺ സിൻഡ്രം അല്ലേ? ഡൗൺ സിൻഡ്രം എന്തൊക്കെയാണ് ഈ ട്രിപ്പിൾ ടെസ്റ്റിൽ വരുന്നത്? എന്തൊക്കെയാണ് വരുന്നത്? ട്രിപ്പിൾ ടെസ്റ്റ് എന്തായാലും 3 സംഭവങ്ങൾ കാണും അതിനകത്ത് അല്ലേ? ട്രിപ്പിൾ ടെസ്റ്റാ. ഇപ്പം 3 എണ്ണം കാണും. എന്തൊക്കെയാ 3 എണ്ണം? മെറ്റേണൽ സിറം AFP ആൽഫ ഫീറ്റോ പ്രോട്ടീൻ. പിന്നുള്ള ആളാരാ? അൺകോൺജുഗേറ്റഡ് എക്സ്ട്രാഡിയോൾ. അൺകോൺജുഗേറ്റഡ് എസ്ട്രാഡയോൾ. പിന്നുള്ള എന്താ? HCG അല്ലേ? ഹ്യൂമൻ കോറിയോണിക് ഗൊണാഡോട്രോഫിൻ അല്ലേ? അപ്പോൾ ഈ 3 എണ്ണമാണ് ഈ ടെസ്റ്റിനകത്തുള്ളത് അല്ലേ? AFP, അൺകോൺജുഗേറ്റഡ് എസ്ട്രാഡയോൾ, UE3 എന്ന് പറയും അല്ലേ? അൺകോൺജുഗേറ്റഡ് എസ്ട്രാഡയോൾ 3 ആൻഡ് ആൾസോ ദിസ് HCG അല്ലേ?
അല്ലേ? ഇതല്ലേ ട്രിപ്പിൾ ടെസ്റ്റ്. യൂഷ്വലി നമ്മൾ പെർഫോം ചെയ്യുന്ന ആ ഒരു ടൈം 16 to 18 വീക്സ് അല്ലേ? 16 to 18 വീക്സ് അല്ലേ? ചില ബുക്കുകളിൽ അത് 15 to 18 വീക്സ് എന്നും പറയുന്നുണ്ട് ചില ബുക്കുകളിൽ അല്ലേ? നോ പ്രോബ്ലം, രണ്ടായാലും കുഴപ്പമില്ല. ഓക്കെ, 16 to 18 വീക്സ് ഓർ 15 to 18 വീക്സ്, കുഴപ്പമില്ല. ഓക്കെ, ഇതാണിത് നമ്മളുടെ ട്രിപ്പിൾ ടെസ്റ്റ് അല്ലേ? എന്തിനു വേണ്ടിയാണ്? ടു ദ ഡയഗ്നോസിസ്, ഫോർ ദ ഡയഗ്നോസിസ് ഓഫ് ദിസ് ഡൗൺ സിൻഡ്രം അല്ലേ? ഡൗൺ സിൻഡ്രം 21st ട്രൈസോമി അല്ലേ? ഡൗൺ സിൻഡ്രത്തിൻ്റെ ഡയഗ്നോസിസിന് വേണ്ടിയാണ് നമ്മളുടെ ദിസ് ട്രിപ്പിൾ ടെസ്റ്റ്. ഓക്കെ, ഇനി ഈ ടെസ്റ്റിൻ്റെ കൂടെ ഞാനൊരു ചോദ്യം ചോദിക്കുക. ഇനി ഈ ടെസ്റ്റിൻ്റെ കൂടെ നമ്മൾ ഇൻഹിബിൻ എ ടെസ്റ്റും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ ടെസ്റ്റിന് നമ്മൾ എന്ത് വിളിക്കും? ട്രിപ്പിൾ ടെസ്റ്റിൻ്റെ കൂടെ ഇൻഹിബിൻ എ, ദാറ്റ് ആൾസോ ഫോർ ദ ഡയഗ്നോസിസ് ഓഫ് ദിസ് ഡൗൺ സിൻഡ്രോം. ഓക്കെ, അതും കൂടെ ഈ ഇൻഹിബിൻ എയും കൂടെ നമ്മളുടെ ട്രിപ്പിൾ ടെസ്റ്റിൻ്റെ കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് വിളിക്കും? ട്രിപ്പിൾ 3 അല്ലേ? അതിൻ്റെ കൂടെ ഒന്നുകൂടെ ചേർന്നാൽ 4 ആയി. എന്ത് വിളിക്കും? ക്വാഡ്രിപ്പിൾ ടെസ്റ്റ് അല്ലെങ്കിൽ ക്വാഡ് ടെസ്റ്റ് അല്ലേ? ക്വാഡ് ടെസ്റ്റ് അല്ലെന്നുണ്ടെങ്കിൽ ക്വാഡ്രിപ്പിൾ ടെസ്റ്റ്, ക്വാഡ് അല്ലെന്നുണ്ടെങ്കിൽ ക്വാഡ്രിപ്പിൾ ടെസ്റ്റ്. ഓക്കെ, ആരും റെസ്പോണ്ട് ചെയ്യുന്നില്ലല്ലോ. ഏറ്റവും സിമ്പിളായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ കണ്ട് ആരും റെസ്പോണ്ട് ചെയ്യുന്നില്ലല്ലോ. ക്ലിയർ ആവുന്നുണ്ടോ ഞാൻ പറയുന്നത്? ഹലോ, ഇസ് ഇറ്റ് ക്ലിയർ? ഹലോ? ക്വാഡ്രിപ്പിൾ, വെരി ഗുഡ് വിദ്യ. ഓക്കെ, ക്വാഡ്രിപ്പിൾ അല്ലെങ്കിൽ ക്വാഡ് ടെസ്റ്റ്. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, അപ്പോൾ നമ്മളുടെ ആൻസർ ഇവിടെ ഡൗൺ സിൻഡ്രം ആണ്. ഡൗൺ സിൻഡ്രം. ഓക്കെ, ഇനി എന്താണ് നമ്മളുടെ ഈ ഹൈഡ്രോപ്സ് ഫീറ്റാലിസ് എന്ന് വെച്ചാൽ എന്താ? ഹൈഡ്രോപ്സ് ഫീറ്റാലിസ് എന്ന് വെച്ചാൽ എന്താ? ഹൈഡ്രോപ്സ് ഫീറ്റാലിസ് ആ പേരിൽ തന്നെ ഉണ്ട് അല്ലേ? എന്താണ്? അബ്നോർമൽ അക്യൂമുലേഷൻ ഓഫ് ദിസ് interstitious fluid അല്ലെങ്കിൽ abnormal accumulation of this fluids in the compartments, especially 2 or more compartments in the fetal body. That may be this pleural cavity or this peritoneal cavity. Okay, അതായത് 2ൽ കൂടുതലായിട്ടുള്ള കമ്പാർട്ട്മെന്റ്സിൽ, ഫീറ്റൽ ബോഡിയിലെ കമ്പാർട്ട്മെന്റ്സിൽ ഇന്റർസ്റ്റിഷ്യൽ ഫ്ലൂയിഡ് അക്യൂമുലേറ്റ് ചെയ്യുന്നതാണ് ഇത് ഹൈഡ്രോപ്സ് ഫീറ്റാലിസ് എന്ന് പറയുന്നത്. ഓക്കെ, അത് USG, അതേപോലെ തന്നെ ഫീറ്റൽ ബ്ലഡ് സാമ്പിളിങ് അതിനകത്ത് കൊടുക്കുക, അതേപോലെ തന്നെ ആംനിയോസിന്തസിസ് അതേപോലെ അങ്ങനെയൊക്കെയുള്ള പ്രൊസീജിയേഴ്സിലൂടെ നമുക്ക് ഡയഗ്നോസ് ചെയ്യാവുന്നേ ഉള്ളൂ. ഓക്കെ, ഇപ്പോൾ ട്രിപ്പിൾ ടെസ്റ്റ് എക്സ്ക്ലൂസീവ്ലി ഫോർ ദിസ് ഡൗൺ സിൻഡ്രം ആണ്. ഓക്കെ, ഇനി എങ്ങനെയായിരിക്കും നമ്മൾ ഈ ട്രിപ്പിൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഇത് ഡൗൺ സിൻഡ്രം ആണോ എന്ന് അറിയുന്നത്? അതിൻ്റെ പാരാമീറ്റർ എങ്ങനെയാണ്? ഞാൻ 3 പറഞ്ഞു അല്ലേ? AFP, അതേപോലെ തന്നെ അൺകോൺജുഗേറ്റഡ് എസ്ട്രാഡയോള് അല്ലേ? പിന്നെ പറഞ്ഞ എന്താണ്? ഹ്യൂമൻ കോറിയോണിക് ഗൊണാഡോട്രോഫിൻ അല്ലേ? ഇതിൽ ഏതാണ് എലിവേറ്റ് ചെയ്തിരിക്കുന്നത്, ഏതാണ് ഡിക്രീസ് ചെയ്തിരിക്കുന്നത് ഇൻ ദിസ് ഡൗൺ സിൻഡ്രം? ഏതൊക്കെയായിരിക്കും? ആദ്യം പറഞ്ഞ 2 AFP ആൽഫ ഫീറ്റോ പ്രോട്ടീൻ ആൻഡ് ആൾസോ ദിസ് അൺകോൺജുഗേറ്റഡ് എസ്ട്രാഡയോൾ, ഇത് രണ്ടും എന്തായിരിക്കും? ഡിക്രീസ്ഡ് ആയിരിക്കും. ഓക്കെ, ആൻഡ് ദിസ് SCG ദാറ്റ് ഈസ് എലിവേറ്റഡ് ആയിരിക്കും. ഓക്കെ, അങ്ങനെയാണ് നമ്മളത് ആ ഒരു പാരാമീറ്റർ എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇൻ ദിസ് ഡൗൺ സിൻഡ്രം 21st ട്രൈസോമി അവർ ട്രിപ്പിൾ ടെസ്റ്റ്. ക്ലിയർ ആയി കാണും. ഓക്കെ, ഇനി കൺജനൈറ്റൽ ഹൈപ്പോതൈറോയിഡിസം അതിൻ്റെ ഡയഗ്നോസിസ് എങ്ങനെയാണ്? നമ്മൾ സാധാരണ നോക്കുന്ന പോലെ തന്നെ അല്ലേ? TSHും T4 അല്ലേ? TSH വിച്ച് ഈസ് എലിവേറ്റഡ് ആയിരിക്കും, T4 ഡിക്രീസ്ഡ് ആയിരിക്കും. ഓക്കെ, ക്ലിയർ ആയി. ഇനി ഫിനൈൽ കീറ്റോനൂറിയ അതിൻ്റെ ടെസ്റ്റ് ഏതാ? ഒരുപാട് തവണ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. സോ മെനി ടൈംസ് ആസ്ക്ഡ് ദ ടെസ്റ്റ് ഫോർ ദിസ് ഫിനൈൽ കീറ്റോനൂറിയ. പെട്ടെന്ന് പറഞ്ഞോ ആ ടെസ്റ്റിൻ്റെ പേര്. ഞാൻ അതിൻ്റെ പേര് പറയാം, അതിൻ്റെ അതർ നെയിം പറഞ്ഞാൽ മതി. ഗുദറി ടെസ്റ്റ്
ഓക്കെ, ഗൂദറി ടെസ്റ്റ് ഇതിന്റെ മറ്റൊരു പേര് പറയാമോ? ദ അതർ നെയിം ഫോർ ദിസ് ഗൂദറി ടെസ്റ്റ് പറയാമോ? ദ അതർ നെയിം ഫോർ ദിസ് ഗൂദറി ടെസ്റ്റ് പറയേണ്ടതാണ്. ദ അതർ നെയിം ഫോർ ദിസ് ഗൂദറി ടെസ്റ്റ് പറഞ്ഞോ? ഹീൽ പ്രിക്ക് ടെസ്റ്റ്. ഹീൽ പ്രിക്ക് ടെസ്റ്റ്. ഹീൽ പ്രിക്ക് ടെസ്റ്റ്. ഇത് other name for this what? This Gudari test, that is heel prick test. Heel prick test. എന്നാൽ ഞാനൊന്ന് ചോദിച്ചോട്ടെ, നമ്മളുടെ ഈ ട്രിപ്പിൾ ടെസ്റ്റിന്റെ അതർ നെയിം പറയാൻ പറ്റുമോ? ട്രിപ്പിൾ ടെസ്റ്റിന് മറ്റു പേരുകൾ എന്തെങ്കിലും ഉണ്ടോ? ട്രിപ്പിൾ ടെസ്റ്റിന് മറ്റു പേരുകൾ എന്തെങ്കിലും ഉണ്ടോ? കീറ്റേഴ്സ് ടെസ്റ്റ്. കീറ്റേഴ്സ് ടെസ്റ്റ്. വാട്സ് ടെസ്റ്റ്. ഓക്കെ, കീറ്റേഴ്സ് ടെസ്റ്റ്, വാട്സ് ടെസ്റ്റ്, ഇങ്ങനെയൊക്കെ പറയുന്നു. ഇങ്ങനെയൊക്കെയുള്ള പേരുകളിലും ഇത് അറിയപ്പെടുന്നുണ്ട്. ഓക്കെ, കീറ്റേഴ്സ് ആൻഡ് ആൾസോ ദിസ് വാട്സ് ടെസ്റ്റ്. ഇതെല്ലാം നമ്മളുടെ ഈ ട്രിപ്പിൾ ടെസ്റ്റിന്റെ മറ്റ് പേരുകളും കൂടിയാണ്. ഈ കീറ്റേഴ്സ് ടെസ്റ്റ് എന്ന് ഓർത്തിരിക്കുക. കീറ്റേഴ്സ് ടെസ്റ്റ്. It is the other name of this our triple test, that is for the diagnosis of our Down syndrome. Clear ആയോ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ ക്ലിയർ ആയോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? എല്ലാവരും ഗുദറി ടെസ്റ്റ് എല്ലാവരും പറഞ്ഞു. ഓക്കെ, ഗുഡ്, ഫൈൻ. ഇത് ക്ലിയർ ആയോ? അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ക്ലിയർ ആയോ? നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, പ്ലീസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ക്ലിയർ ആയി. ഓക്കെ, ട്രിപ്പിൾ ടെസ്റ്റ് ഫോർ ദ ഡയഗ്നോസിസ് ഓഫ് ഡൗൺ സിൻഡ്രം. ഓക്കെ, എഡ്വാർഡ് സിൻഡ്രത്തിന്റെ ഡയഗ്നോസിസിന് അത് ഉപയോഗിക്കാം കേട്ടോ. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ ക്ലിയർ ആയോ? ഓക്കെ, താങ്ക് യു ജെന്നിഫർ. ഓക്കെ, which of the following is the drug of choice for the management of endometriosis? Okay, management of endometriosis ഏതാണ്? A choice estrogen, B choice human menopausal gonadotrophin, C choice danazol, D choice duodenal. പക്ഷെ നമ്മളുടെ പരീക്ഷയ്ക്ക് അവർ തന്നത് സ്പെല്ലിംഗ്, ഡുവാഡിലിൻ്റെ സ്പെല്ലിംഗ് ഇങ്ങനെയാണ് നമ്മളുടെ PSC തന്നത്. പക്ഷേ ആ സ്പെല്ലിങ്ങിൻ്റെ കാര്യത്തിൽ എനിക്കൊരു ചെറിയ ഡൗട്ടുണ്ട്. കാര്യം PSC തന്ന സ്പെല്ലിംഗ് ഇതായിരുന്നു, പക്ഷേ ഇതാണെന്ന് തോന്നുന്നു കറക്റ്റ് സ്പെല്ലിങ്, ഡുവാഡിലോൺ. ഓക്കെ, ഇതാണെന്ന് തോന്നുന്നു കറക്റ്റ് സ്പെല്ലിങ്, ഡുവാഡിലോൺ. ഓക്കെ, പറയാൻ പറ്റുമോ? വെരി ഗുഡ്. ഡനാസോളിൻ്റെ പ്രത്യേകത എന്താ? അതെന്താണത്? ഈ ഡനാസോൾ എന്താണത്? ഡനാസോൾ ഇതിനകത്ത് തന്നെ നമുക്ക് കിട്ടും അതിൻ്റെ ആളിനെ. ഡനാസോൾ AND ആൻഡ്രോജൻ. Danazol, which is used for the treatment of this endometriosis. It is nothing but this androgen. Okay, ഈ ഈസ്ട്രജൻ ആൻഡ് ആൾസോ ദിസ് ഹ്യൂമൻ മെനോപോസൽ ഗൊണാഡോട്രോഫിൻ അതിൻ്റെ ഒരു യൂസ് എന്താ? എസ്പെഷ്യലി ഫോർ ദ ട്രീറ്റ്മെൻറ്റ് ഓഫ് ദിസ് ഫെർട്ടിലിറ്റി അല്ലേ, IVF. ഓക്കെ, ഇൻ വിട്രോ ഫെർട്ടിലൈസേഷൻ അവിടെയൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ, ഈസ്ട്രജൻ ആൻഡ് ആൾസോ എസ്പെഷ്യലി ദിസ് ഹ്യൂമൻ മെനോപോസൽ ഗൊണാഡോട്രോഫിൻ. ഓക്കെ, ക്ലിയർ. എന്നാൽ ഈ ഡുവാഡിലൻ എന്താണ്? അതിൻ്റെ പ്രത്യേകത എന്താ? ഡുവാഡിലൻ which prevent this preterm labor. ഇതിനകത്ത് തന്നെ ഒരു കാര്യമുണ്ട് അല്ലേ, എന്തായിരിക്കും അതിൻ്റെ ആക്ഷൻ? വാസോ ഡയലേഷൻ അല്ലേ, ഡുവാഡിലോൺ വാസോ ഡയലേഷൻ, അല്ലെങ്കിൽ എന്താണ്? which prevents this, which act as a uterine relaxant. ഓക്കെ, അതുകൊണ്ട് തന്നെ എന്താണ്? which prevents this preterm labor. ഓക്കെ, preterm labor പ്രിവെൻറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമ്മളുടെ അതർ ചോയ്സസ് ഇൻ ദ സെക്കൻഡ് ക്വസ്റ്റ്യൻ. അപ്പോൾ അവർ റൈറ്റ് ഓപ്ഷൻ ഈസ് danazol. It is nothing but our androgen itself. It is used for the treatment of this endometriosis.
ഓക്കെ, ആൻഡ് ഓൾസോ യൂസ്ഡ് ഫോർ ദ ട്രീറ്റ്മെന്റ് ഓഫ് ദിസ് ഫൈബ്രോസിസ്റ്റിക് ബ്രസ്റ്റ്. അതിന്റെ ട്രീറ്റ്മെന്റിന് നമ്മൾ ഉപയോഗിക്കുന്നത് ഏതാണ്? ഈ ഡാനാസോൾ ആണ്. ഓക്കെ, ഫോർ ദ ട്രീറ്റ്മെന്റ് ഓഫ് ഫൈബ്രോസിസ്റ്റിക് ബ്രസ്റ്റ്. ഓക്കെ, അവിടെ നമ്മൾ ഡാനാസോൾ യൂസ് ചെയ്യും. ക്ലിയർ ആയോ? ക്ലിയർ ക്ലിയർ. സെക്കൻഡ് ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യനോട് പോകാം, തേർഡ് ക്വസ്റ്റ്യനോട് പോകാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, തേർഡ് ക്വസ്റ്റ്യൻ. ഓക്കെ, benign ingrowing of the endometrium into the myometrium is known as. നമുക്കറിയാം യൂട്രസിന്റെ 3 ലെയർ അറിയാം അല്ലേ? എന്താണ്? എൻഡോമെട്രിയം, ഇന്നർ എൻഡോമെട്രിയം അല്ലേ, മിഡിൽ ആയിട്ടുള്ള മസ്കുലർ ലെയർ ദാറ്റ് ഈസ് മയോമെട്രിയം, ആൻഡ് ഔട്ടർ സെറസ് ലെയർ ദാറ്റ് ഈസ് അവർ പെരിമെട്രിയം അല്ലേ? അറിയാം അല്ലേ? അറിയാം അല്ലേ? അപ്പോൾ ഇവിടെ benign ingrowing of the endometrium into the myometrium, that is called ആൻസർ ബി. ബി ഒന്നും അല്ലത്, ബി വരത്തില്ല. ഇത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. എൻഡോമെട്രിയോസിസ് ഒന്നും വരുന്നില്ലല്ലോ. അത് എന്താണത്? benign ingrowing of the endometrium into the myometrium. ഇൻഗ്രോയിങ് ആണ്. എൻഡോമെട്രിയം ഔട്ട്സൈഡ് അല്ല, എൻഡോമെട്രിയം ഔട്ട്സൈഡ് അല്ല. എല്ലാവരും ആ ഔട്ട്സൈഡ് എന്നുള്ള കാര്യം വെച്ചിട്ടാണ് ആൻസർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്താണ്? അയ്യോ, ആരും ആൻസർ അത് കറക്റ്റ് ആൻസറിലോട്ട് വരുന്നില്ലല്ലോ. ഓക്കെ ഓക്കെ, അവർ റൈറ്റ് ഓപ്ഷൻ ഈസ്, ശ്രദ്ധിക്കുക, ഇറ്റ് ഈസ് adenomyosis. Adenomyosis is the right option. Okay, it is nothing but it is the ingrowing of the endometrium into the myometrium. അതായത് എൻഡോമെട്രിയം മയോമെട്രിയത്തിലോട്ട് ഇൻഗ്രോ ചെയ്യുന്നു. ദാറ്റ് ഈസ് അവർ അഡിനോമയോസിസ് അല്ലേ? എൻഡോമെട്രൈറ്റിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സിംപ്ലി ഇറ്റ് ഈസ് ദ ഇൻഫ്ലമേഷൻ ഓഫ് ദ എൻഡോമെട്രിയം അല്ലേ? ഇൻഫ്ലമേഷൻ ഓഫ് ദ എൻഡോമെട്രിയം, അത് ക്ലിയർ ആണ്. ഇനി എന്താണ് ദിസ് എൻഡോമെട്രിയോസിസ്? എൻഡോമെട്രിയോസിസ് എന്താണ്? എൻഡോമെട്രിയോസിസ് സിമ്പിൾ ആണ്. എൻഡോമെട്രിയോസിസ് അതാണ് നിങ്ങൾ പറഞ്ഞത് അല്ലേ? എൻഡോമെട്രിയം ഔട്ട്സൈഡ് ദ growing of this endometrium in the outside of the uterine cavity. അല്ലെങ്കിൽ എന്താണ് ഞാൻ ആ പിക്ചർ കാണിക്കാം, അപ്പം ക്ലിയർ ആവും. ഇതിനകത്തൊരു പിക്ചർ ഉണ്ട്. ഓക്കെ ഓക്കെ, പിക്ചർ അതിനകത്ത്. ഓക്കെ, സോറി. ഓക്കെ, നമുക്ക് പിക്ചർ വരുന്നുണ്ട്, ഞാൻ കാണിക്കാം. അങ്ങോട്ട് പോകുമ്പോൾ നമുക്ക് ഈ എൻഡോമെട്രിയോസിസ് വീണ്ടും വരുന്നുണ്ട്. അപ്പോൾ അവിടെ പിക്ചർ ഉണ്ട്, അപ്പോൾ അവിടെ ഞാൻ കാണിക്കാം. ഓക്കെ, സോ ഇറ്റ് ഈസ് ദ എൻഡോമെട്രിയം ഔട്ട്സൈഡ്, that is called endometriosis. ഈ ലിയോമയോമ എന്താണ്? ലിയോമയോമ എന്താണ്? ലിയോമയോമ ഇറ്റ് ഈസ് നത്തിങ് ബട്ട് അവർ ഫൈബ്രോയിഡ് യൂട്രസ് ആണ് അല്ലേ? അവർ ഫൈബ്രോയിഡ് യൂട്രസ് ആണ് എന്ത്? ലിയോമയോമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇവിടുത്തെ ആൻസർ ഏതാണ്? അഡിനോമയോസിസ് ആണ്. ദ benign ingrowing of the endometrium into the myometrium. ആ മസ്കുലർ ലെയറിലോട്ട് എന്ത് ചെയ്യുന്നു? എൻഡോമെട്രിയം ഇൻഗ്രോ ചെയ്യുന്നു. ദാറ്റ് ഈസ് കാൾഡ് ദിസ് അഡിനോമയോസിസ്. ഓക്കെ, അപ്പോൾ ഈ എൻഡോമെട്രിയോസിന്റെ പിക്ചർ ഞാൻ കാണിക്കാം, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ അതാണ് നിങ്ങൾക്ക് തെറ്റിപ്പോയത്. ഔട്ട്സൈഡ് വരുന്നതാണ് എൻഡോമെട്രിയോസിസ്. ഓക്കെ, ദിസ് ഇൻഗ്രോയിങ് ഓഫ് ദ എൻഡോമെട്രിയം ഇൻ ടു ദ മയോമെട്രിയം ദാറ്റ് ഈസ് കാൾഡ് അഡിനോമയോസിസ് ആണ്. ഓക്കെ, ക്ലിയർ. അടുത്ത ക്വസ്റ്റിനോട് പോകാം. ക്ലിയർ ആയോ? ക്ലിയർ? ആരും കമന്റ് ചെയ്യുന്നില്ല. ഒന്നുകൂടെ പറയണോ? ഇതിനെക്കുറിച്ച് ഒന്നുകൂടെ പറയണോ? ഈ ഒരു ക്വസ്റ്റ്യൻ ആവശ്യമുണ്ടോ? ഹലോ, സമയമില്ല നമുക്ക്. ഓക്കെ, എന്തായാലും ഞാൻ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകുന്നു. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഇതെല്ലാം ആദ്യത്തെ കുറച്ച് ക്വസ്റ്റ്യൻസ് എല്ലാം OBG റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. ആദ്യത്തെ കുറച്ച് ക്വസ്റ്റ്യൻസ് എല്ലാം OBG റിലേറ്റഡ് ആണ്. ഓക്കെ, ഇത് സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ആക്റ്റീവ് മാനേജ്മെന്റ് ഓഫ് തേർഡ് സ്റ്റേജ് ഓഫ് ലേബർ ഇൻക്ലൂഡ്സ്
all the following except. Okay, early cord clamping വരുന്നതാണോ അതിനകത്ത്? തേർഡ് സ്റ്റേജിന്റെ ആക്റ്റീവ് മാനേജ്മെന്റിൽ വരുന്നതാണോ? early cord clamping വരുന്നതാണ് അല്ലേ? വരുന്നതാണ്. അത് അതിനകത്തുള്ള കാര്യം തന്നെയാണ് അല്ലേ? ആ ഒരു പീരീഡ് നമ്മൾ എത്രയാണ് പറയുന്നത്? early cord clamping നമ്മൾ ആ പീരീഡ് പറയുന്നത് 30 seconds to within 30 seconds to 3 minutes ആണ് നമ്മൾ പറയാറുള്ളത് അല്ലേ? within 30 seconds to 3 minutes ആണ് നമ്മൾ പറയാറുള്ളത് അല്ലേ? അപ്ലൈയിങ് സൂപ്രാപ്യൂബിക് പ്രഷർ അത് വരുന്നുണ്ടോ? അത് വരുന്നുണ്ടോ? അപ്ലൈയിങ് സൂപ്രാപ്യൂബിക് പ്രഷർ വരുന്നുണ്ടോ? വരുന്നുണ്ടോ? നോ നീഡ്, വരുത്തില്ല, ആ സംഭവം അവിടെ വരുന്നില്ല. ഓക്കെ. തേർഡ് വൺ, പ്രൊഫൈലാക്റ്റിക് ഓക്സിടോക്സിക് ആഫ്റ്റർ ഡെലിവറി ഓഫ് ആന്റീരിയർ ഷോൾഡർ അല്ലേ? അതവിടെ വരുന്നുണ്ട് അല്ലേ? ഈ ഓക്സിടോസിക് ആൻഡ് ആൾസോ ദിസ് എഗ്ബോളിക് or we can say എഗ്ബോളിക് അല്ലെങ്കിൽ യൂട്രോടോണിക് ആയിട്ടുള്ള ഡ്രഗ്സ് ഒക്കെ നമ്മൾ അഡ്മിനിസ്റ്റർ ചെയ്യും അല്ലേ? ഓക്സിടോസിക് ആയിട്ടുള്ള ഓക്സിടോസിക് ഓർ ദിസ് എഗ്ബോളിക് ഓർ ദിസ് യൂട്രോടോണിക് ഡ്രഗ്സ് നമ്മൾ അഡ്മിനിസ്റ്റർ ചെയ്യാറുണ്ട് അല്ലേ? സോ പ്രൊഫൈലാക്റ്റിക് ഓക്സിടോസിക് ആഫ്റ്റർ ഡെലിവറി ഓഫ് ആന്റീരിയർ ഷോൾഡർ അതിനകത്ത് വരുന്ന കാര്യം തന്നെയാണ്. കൺട്രോൾഡ് കോട്രാക്ഷൻ വരുന്നുണ്ടോ? ഉണ്ടോ? ഓഫ് കോഴ്സ് ഇല്ലേ? ഫോർ ദാറ്റ് പ്ലാസെന്റൽ ഡെലിവറി ഷുവർലി ദാറ്റ് ഫോർ ദാറ്റ് സെപ്പറേഷൻ ഓഫ് ദിസ് പ്ലാസെന്റ കൺട്രോൾഡ് കോട്രാക്ഷൻ ഈസ് ദെയർ അല്ലേ? അപ്പൊ നമുക്ക് സിമ്പിൾ ആയിട്ട് ACC എന്ന് കൊടുത്താൽ മതി. ACC അല്ലേ? അഡ്മിനിസ്ട്രേഷൻ ഓഫ് ദിസ് ഓക്സിടോസിക്സ് ഓർ ദിസ് എഗ്ബോളിക് ഓർ ദിസ് യൂട്രോടോണിക് ഡ്രഗ്സ്. ഒന്നാമത്തെ A. C for early cord clamping within this 30 seconds to 3 minutes. Okay. വീണ്ടും ഒരു C, that means controlled contraction for the separation of the placenta. Okay. ഇതാണ് ആക്റ്റീവ് മാനേജ്മെന്റ് ഓഫ് തേർഡ് സ്റ്റേജ് ഓഫ് ലേബർ. ഓക്കെ. അപ്പോൾ ഇതിനകത്ത് വരാത്തത് എന്താണ്? അപ്ലൈയിങ് സൂപ്രാപ്യൂബിക് പ്രഷർ ഇതിനകത്ത് വരാത്ത കാര്യമാണ്. ക്ലിയർ ആയോ? അപ്ലൈയിങ് സൂപ്രാപ്യൂബിക് പ്രഷർ എന്നുള്ള ഒരു കാര്യം ഇതിനകത്ത് വരുന്നില്ല. ക്ലിയർ ആയോ? അപ്പോൾ നമ്മുടെ ആൻസർ ബി ആണ്. ബി ആണ് നമ്മളുടെ റൈറ്റ് ആൻസർ. ക്ലിയർ ആയോ? അടുത്ത ക്വസ്റ്റിനോട് പോയാലോ? നിങ്ങളും കൂടെ ഒന്ന് കോപ്പറേറ്റ് ചെയ്താലേ എനിക്ക് സ്പീഡിൽ പോകാൻ പറ്റത്തുള്ളൂ. നിങ്ങൾ ഒന്ന് പറയൂ പ്ലീസ്. ക്ലിയർ ആയോ? ആരും ഒന്നും മിണ്ടുന്നില്ല. ഓക്കെ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി, നമുക്ക് ഞാൻ പറഞ്ഞോളാം. ഓക്കെ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, അതും OBG തന്നെയുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. ഓക്കെ, ശ്രദ്ധിക്കൂ. എ പ്രൈമറി ഗ്രാവിഡ in 34 weeks of gestation was admitted in the obstetrics ICU with severe pre-eclampsia. Note ചെയ്യുക. She was on magnesium sulfate therapy. എന്തിനാണ് pre-eclampsia നമ്മൾ magnesium sulfate therapy കൊടുക്കുന്നത്? To prevent that seizures ഇല്ലേ? പോയിക്കോട്ടെ. The nurse should assess all the following before administering next dose of magnesium sulfate except A choice pupillary response, B choice respiratory rate, C choice urine output, D choice deep tendon reflex. Simple classical question, മിക്കപ്പോഴും ചോദിക്കാറുള്ള ഒരു ക്ലാസിക്കൽ ക്വസ്റ്റ്യൻ. പറയാവോ? എന്താ നമുക്കറിയേണ്ടത്? എന്താണ് ഇനി? മഗ്നീഷ്യം ടോക്സിസിറ്റി, അത് നമുക്കറിയണം അല്ലേ? റെസ്പിറേറ്ററി റേറ്റോ പറഞ്ഞുകൂടാ, ഒരിക്കലും പറഞ്ഞേക്കരുത് റെസ്പിറേറ്ററി റേറ്റ് ഒന്നും. സതീഷ് കുമാർ, വെരി ഗുഡ്, ആദ്യം പറഞ്ഞു കഴിഞ്ഞു. പ്യൂപ്പിളറി റെസ്പോൺസ് നമുക്ക് ഇത്ര ഓർത്താൽ, നിങ്ങൾ ബർപ്പ് എന്നുള്ള ആ മിനോണിക്സ് ഒന്ന് ഓർത്താൽ മതി. ബർപ്പ് ഇതങ്ങ് കൊടുത്താൽ മതി. മഗ്നീഷ്യം ടോക്സിസിറ്റിയുടെ സൈൻസ് ആൻഡ് സിംറ്റംസ് നമ്മൾ ആ ബർപ്പ് എന്നങ്ങ് ഓർത്താൽ മതി. എന്താണ്? ഡിക്രീസ്ഡ് BP, ഡിക്രീസ്ഡ് യൂറിൻ ഔട്ട്പുട്ട്, ഡിക്രീസ്ഡ് റെസ്പിറേറ്ററി റേറ്റ്, no patellar reflex, or no this deep tendon reflex. Okay, അപ്പോൾ ബർപ്പ് എന്ന് ഓർത്താൽ മതി. ബർപ്പ്
ബർപ്പ് എന്നങ്ങ് ഓർത്താൽ മതി, കിട്ടിക്കോളും. ഓക്കെ, BP decrease, okay, respiratory rate decrease, okay, urine output decrease, and also no patellar reflex. ഇതെല്ലാം എൻ്റെ സൈനാണ് അല്ലേ? അപ്പോൾ ഇവിടെ പീപ്പിളുടെ റെസ്പോൺസ് ഇതിനകത്ത് വന്നിട്ടേ ഇല്ല. ഓക്കെ, റെസ്പിറേറ്ററി റേറ്റ് നമ്മൾ നോക്കും, യൂറിൻ ഔട്ട്പുട്ട് നോക്കും, ഡീപ് ടെൻഡൻ റിഫ്ലക്സ് നമ്മൾ നോക്കും. ഓക്കെ, പാറ്റല്ലാർ റിഫ്ലക്സ്. ക്ലിയർ? പാറ്റല്ലാർ റിഫ്ലക്സ് നമ്മൾ നോക്കും. ക്ലിയർ ആയോ? ഒന്നുമില്ല, സിമ്പിൾ. ഓക്കെ, അടുത്ത ക്വസ്റ്റിലോട്ട് പോകാം. ഞാൻ പറയുന്നത് ക്ലിയർ ആവുന്നുണ്ടോ? ഇസ് ഇറ്റ് എഫക്റ്റീവ്? ഞാൻ പറയുന്ന കാര്യങ്ങൾ ക്ലിയർ ആവുന്നുണ്ടോ? ഓക്കെ, ഹലോ, ഒന്നുകൂടെ പറയണോ? ഓക്കെ, ഗുഡ്. ഓക്കെ, ഇനി കുറച്ചുകൂടെ ഒരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള 1-2-3 കാര്യങ്ങളോട് ഒന്ന് പറയുന്നു, ആ ക്വസ്റ്റ്യനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട്. അതിന്റെ സിമ്പിൾ ആയിട്ടുള്ള കാര്യം നിങ്ങൾ ബർപ്പ് അങ്ങ് ഓർത്താൽ മതി. ഓക്കെ, ഇനി കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളോട് ഒന്ന് പറയുന്നു, ഒന്ന് ശ്രദ്ധിക്കുക. നമ്മളിതിന്റെ ഒരു തെറാപ്യൂട്ടിക് റേഞ്ച് നമ്മൾ 3 രീതിയിൽ അറിഞ്ഞിരിക്കണം. എസ്പെഷ്യലി ദിസ് മഗ്നീഷ്യം സൾഫേറ്റ് തെറാപ്പി കാര്യം 3 രീതിയിലും പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. ഒന്ന്, മില്ലിമോൾ പെർ ലിറ്ററിലുള്ള കാര്യം അറിഞ്ഞിരിക്കണം. അതേപോലെ തന്നെ മില്ലി ഇക്വലൻസ് പെർ ലിറ്ററിലുള്ള കാര്യം അറിഞ്ഞിരിക്കണം. മില്ലിഗ്രാം പെർ ഡെസിലിറ്ററിലുള്ള കാര്യം അറിഞ്ഞിരിക്കണം. ഓക്കെ, തെറാപ്യൂട്ടിക് റേഞ്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നോർമൽ ഇതെല്ലാം പഠിച്ചിരിക്കണം. മില്ലിമോൾ പെർ ലിറ്ററിലാണെന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് 2 to 3.5 ആണ്. മില്ലി ഇക്വലൻസ് പെർ ലിറ്ററിലാണെന്നുണ്ടെങ്കിൽ അത് 4 to 7 ആണ്. മില്ലിഗ്രാം പെർ ഡെസിലിറ്ററിലാണെന്നുണ്ടെങ്കിൽ അത് 5 to 9 ആണ്. ഇനി ഇതിന്റെ ആദ്യത്തെ സൈൻ എന്ന് പറയുന്നത് the first and foremost sign of this magnesium toxicity, that is our loss of this patellar reflexes ആയിരിക്കും. Loss of this patellar reflexes, the first and foremost sign. Okay, അപ്പോൾ ഈ തെറാപ്യൂട്ടിക് റേഞ്ചിൽ നിന്ന് കുറച്ച് എബവ് ആകുന്നു, greater than this 3.5, greater than this 7, greater than this 9, that is loss of patellar reflexes. ഓക്കെ, ഇനി ശ്രദ്ധിക്കൂ. ഇനി ഇത് ഗ്രേറ്റർ ദാൻ 5 ആകുന്നു. ഓക്കെ, മില്ലി ഇക്വലൻസ് ഗ്രേറ്റർ ദാൻ 10 ആകുന്നു. മില്ലിഗ്രാം പെർ ഡെസിലിറ്റർ ഗ്രേറ്റർ ദാൻ 12 ആകുന്നു. ഓക്കെ, ദാറ്റ് മേ ലീഡ്സ് ടു റെസ്പിറേറ്ററി പാരാലിസിസ്. ഓക്കെ, ഇനി if it is greater than 12.5 or in this milli equivalence greater than 25, in this milligram per deciliter greater than 30, it may lead to cardiac arrest. ഓക്കെ, അപ്പോൾ ഈ രീതിയിലും കൂടെ ഒന്ന് പഠിച്ചു വെച്ചേക്കുക. അപ്പോൾ ഞാൻ ആദ്യം ഞാൻ സിമ്പിൾ ആയിട്ടുള്ള കാര്യം പറഞ്ഞു, ഈ ഒരു കാര്യം കൂടെ ഒന്ന് പഠിച്ചു വെച്ചേക്കുക. തെറാപ്യൂട്ടിക് റേഞ്ച് ഈ മില്ലി മോളിലും മില്ലി ഇക്വലൻസിലും മില്ലിഗ്രാം പെർ ഡെസിലിറ്ററിലും ഉള്ളതൊന്ന് പഠിച്ചു വെച്ചേക്കുക. ഓക്കെ, ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് സൈൻ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്, ദാറ്റ് ഈസ് ലോസ് ഓഫ് പാറ്റല്ലാർ റിഫ്ലക്സ്. ക്ലിയർ? അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റിനോട് പോകാം. ക്ലിയർ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ ഇതും നമ്മളുടെ OBGയിൽ നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ സൈൻ ഓഫ് പ്ലാസെന്റൽ സെപ്പറേഷൻ? എത്രയോ തവണ നമ്മൾ കണ്ട് പല പരീക്ഷകളിലും നമ്മൾ എഴുതിയ ഒരു ചോദ്യം. സെയിം റെപ്പറ്റീഷൻ. ഓക്കെ, that is uterus become hard and globular. അതിനകത്ത് വരുന്നതാണ് അല്ലേ? The extravalvular portion of the umbilical cord shortens അല്ല, which lengthens ആണ്. Okay. See Joyce, the uterus rises in the abdomen. Of course, വരുന്നതാണ്. Okay. There is a gush of blood from the vagina. ഇതെല്ലാം അതിനകത്തുള്ളതാണ്. അപ്പോൾ ഇതിനകത്ത് വരാത്ത സംഭവം ഇതാണ് അല്ലേ? ഷോർട്ടൻസ് എന്നാണ് തന്നിരിക്കുന്നത്, ലെങ്തൻസ് ആണ്. ക്ലിയർ? അപ്പോൾ അതാണ് നമ്മളുടെ 6th question. Answer is B. The extravalvular portion of the umbilical cord shortens അല്ല, which lengthens. Clear? അടുത്ത ക്വസ്റ്റിനോട് പോകാം. അത് സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഫൈൻ. ഇനി
7th question. Okay, ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. Cavular uterus is a feature of which of the following condition? Cavular uterus is which among the following is related with our cavular uterus? അതാണ് ചോദിച്ചിരിക്കുന്നത്. സിമ്പിൾ, ഇത് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്, ഇതിന് മുമ്പ് ചോദിച്ചിട്ടുള്ളതാണ്. The answer is simple, abruptio placenta. Abruptio placenta. എന്താണ് ഈ cavular? എന്താണ് ഈ cavular uterus? എന്താണ് cavular uterus? ശ്രദ്ധിക്കൂ, നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞായിരുന്നല്ലോ എൻഡോമെട്രിയോസിന്റെ പിക്ചർ ഞാൻ കാണിക്കാമെന്ന്. ഓക്കെ, ദിസ് ഈസ് എൻഡോമെട്രിയോസിസ്. ഓക്കെ, എൻഡോമെട്രിയം ഔട്ട്സൈഡ്, ദാറ്റ് ഈസ് എൻഡോമെട്രിയോസിസ്. ഓക്കെ, അത് പോയിക്കോട്ടെ. ഹിയർ ഇറ്റ് ഈസ് ദ extravasation of this blood into our myometrium, that is called extravasation of our extravasation. That means blood into this muscular, blood into this muscular layer or this myometrium. So extravasation or this blood into this myometrium, that is called cavular uterus. Simple ആയിട്ടുള്ള ഒരു ഐഡിയ. So that is actually in this abruptio placenta. Abruptio placentയിലാണ് നമ്മളുടെ cavular uterus കാണുന്നത്. In the abruptio placenta. Clear? അപ്പോൾ ഇവിടുത്തെ ആൻസർ abruptio placenta. Uterine inversion എന്താണ്? Uterine inversion, the inside out of the uterus, that is called uterine inversion. Hourglass contraction എന്താണ്? Hourglass contraction, അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തിരിക്കണം. എന്താണ്? The upper part of the uterus is contracted in this hourglass contraction. So the placenta get trapped into that contraction or constriction. The upper part of the uterus that is constricted in this hourglass contraction. So placenta which trapped in that constriction. So after the delivery there is profuse bleeding may occur. That is the peculiar feature of this hourglass contraction. Clear ആയോ? hourglass contraction അതൊന്ന് ഓർത്തിരിക്കുക. അത് മാത്രമാണ് ചിലപ്പോൾ ഒരു പുതിയ കാര്യം. എന്താണ് hourglass contraction? The upper part of the uterus which is constricted or contracted. Okay, so placenta which may trapped into that constricted part, and after the delivery there may be profuse bleeding, that is called this hourglass contraction. Okay, clear? അടുത്തതിലോട്ട് പോകാം. Okay, next, 8th question. Okay, a primary gravida is admitted in the labor room. She is in the active stage of labor. She is getting inhalational analgesia for pain control, which is the commonly used. അവിടെ ഒരു കാര്യം ശ്രദ്ധിക്കുക, ആ ഒരു വേർഡൊന്ന് ശ്രദ്ധിക്കുക. commonly used inhalational analgesia. ഏതാണ് commonly used? പറഞ്ഞോ, പെട്ടെന്ന് പറഞ്ഞോളൂ. commonly used this endonox, അല്ലേ? endonox. What is that endonox? എന്താണ്? C option is the right. What is this endonox? 50% nitrous oxide plus 50% oxygen, that is called endonox. Okay, this is the common എന്നാ ചോദിച്ചേക്കുന്നത്. നൈട്രിക് ഓക്സൈഡ് അല്ല, common എന്നാ ചോദിച്ചേക്കുന്നത്. common is endonox. Okay, ഇതും ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. endonox is the right answer. Okay, അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനോട് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ. ഓക്കെ, ഇതും ഡയറക്റ്റ് ക്വസ്റ്റ്യൻ, പ്രത്യേകിച്ച് എക്സ്പ്ലനേഷൻ ഒന്നും വേണ്ടാത്ത ഒരു ക്വസ്റ്റ്യൻ. ഓക്കെ, 9th question. A primary parturient is in the second stage of labor. Head of the baby is delivered.
but there is no progress in labor even after 2 minutes. As a midwife, which of the following measure you will adopt to overcome the situation? Okay, എന്തായിരിക്കും കണ്ടീഷൻ? ഹെഡ് ഡെലിവർ ആയിട്ടുണ്ട്, എന്തായിരിക്കും കണ്ടീഷൻ? ഇവിടുത്തെ പ്രോബ്ലം എന്തായിരിക്കും? ഹെഡ് ആൾറെഡി ഡെലിവേർഡ് ആയിട്ടുണ്ട്. ഒന്ന് ലോജിക്ക് വേണം, പറഞ്ഞോളൂ. ഹെഡ് ഡെലിവേർഡ് ആയിട്ടുണ്ട്, ആൻസർ അല്ല എനിക്ക് വേണ്ടത്, ആ കണ്ടീഷനാണ് വേണ്ടത്. ഇവിടെ ഷോൾഡർ ഡിക്ടോഷി ആയിരിക്കും അല്ലേ? ഹെഡ് ഡെലിവേർഡ് ആയിട്ടുണ്ട് എന്നിട്ടും ഡിലേ ചെയ്യുന്നു അല്ലേ? ഷോൾഡർ ഡിക്ടോഷി ആയിരിക്കും അല്ലേ? അപ്പൊ നമുക്ക് ഒറ്റ ഒരു ആൻസറേ ഉള്ളൂ. ഷോൾഡർ ഡിക്ടോഷിയ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് 2 ഓപ്ഷൻസ് ഉണ്ട്. പെർഫോം ദിസ് 7LE മാനുവർ, പക്ഷേ അത് ഏറ്റവും ലാസ്റ്റ് ചെയ്യത്തുള്ളൂ. ഓക്കെ, അതർ മാനുവേഴ്സ് ആർ ഫെയിൽഡ്, ഓൺലി വി ആർ അഡോപ്റ്റിംഗ് ദിസ് 7LE മാനുവർ. ഇപ്പോൾ നമ്മുടെ ക്ലാസിക്കൽ ആയിട്ടുള്ള സംഭവം ഉണ്ട്, പെർഫോം ദിസ് മഗ് റോബർട്ട് മാനുവൽ, ഹൈപ്പർ ഫ്ലക്ഷൻ ഓഫ് ദ ഹിപ്സ്. ഓക്കെ, ദാറ്റ് ഈസ് അവർ മഗ് റോബർട്ട് മാനുവർ ആണ്. നമ്മൾ മഗ് റോബർട്ട്സ് മാനുവർ ആയിരിക്കും നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. ഷോൾഡർ ഡിക്ടോഷിയ ആയിരിക്കും കാര്യം, അതായിരിക്കാം ആ ഡിലേഡ് ലേബറിന്റെ കാര്യം. ഓക്കെ, വെരി ഗുഡ് അനുഷ, ഷോൾഡർ ഡിസ്റ്റോഷിയ. ഓക്കെ, സോ അവർ ഓപ്ഷൻ ഈസ് അവർ ഡി ഓപ്ഷൻ, പെർഫോം മഗ് റോബർട്ട് മാനുവർ. ക്ലിയർ? ഓക്കെ, ഇത് ഈ 7LE മാനുവറും ദാറ്റ്സ് ഓൾസോ ഫോർ ദിസ് ഷോൾഡർ ഡിക്ടോഷിയ ആണ്. ബട്ട് ഓൺലി ആഫ്റ്റർ all the other manuals are failed, only we can choose that this 7LE maneuver. Okay, ഇപ്പോൾ അത്രയേ ഉള്ളൂ നമ്മളുടെ 9th ക്വസ്റ്റ്യൻ. ഓക്കെ, കാര്യമൊന്നുമില്ലത്. ഓക്കെ, ഇറ്റ് ഈസ് ദ മഗ് റോബർട്ട് മാനുവർ. ഇറ്റ് ഈസ് ദ ഹൈപ്പർ ഫ്ലക്ഷൻ ഓഫ് ദ ഹിപ്പ്. ഒരു നീ ചെസ്റ്റ് പൊസിഷൻ കൊടുക്കുന്നു അല്ലേ? ഒരു നീ ചെസ്റ്റ് പൊസിഷൻ പോലെ പൊസിഷൻ കൊടുക്കുന്നു. ഓക്കെ, ഹൈപ്പർ ഫ്ലക്ഷൻ ഓഫ് ദ ഹിപ്സ്. ഓക്കെ, ഇപ്പോൾ പെൽവിക് ഔട്ട്ലെറ്റ് കുറച്ച് വൈഡൻ ആകും. Okay, through that maneuver. Okay, that's about the previous question. Okay, next question is 10th question. Idam direct question. Use of windows in the second stage of labor is contraindicated in. Windows നമ്മൾ കോൺട്രാഇൻഡിക്കേറ്റഡ് ആയിട്ടുള്ള ഏതൊക്കെ കാര്യങ്ങളിലാണ്? ഒന്നെന്താണ്? പ്രസന്റേഷൻ, വെർട്ടെക്സ് പ്രസന്റേഷൻ അല്ലാതുള്ള ഏതൊരു പ്രസന്റേഷൻ ആണെന്നുണ്ടെങ്കിലും ദാറ്റ് ഈസ് കോൺട്രാ ഇൻഡിക്കേറ്റഡ് ഇല്ലേ? ഈ ബ്രീച്ച് ആണെന്നുണ്ടെങ്കിൽ, ഫേസ് ആണെന്നുണ്ടെങ്കിൽ, ഓക്കെ, ബ്രോ പ്രസന്റേഷൻ ആണെന്നുണ്ടെങ്കിൽ, ഇങ്ങനെയുള്ള ഏത് പ്രസന്റേഷൻ വന്നാലും അത് കോൺട്രാ ഇൻഡിക്കേറ്റഡ് ആണ്, അതർ ദാൻ ദിസ് വെർട്ടെക്സ് പ്രസന്റേഷൻ. ഓക്കെ, പിന്നീട് എന്തൊക്കെയാണ്? പ്രീ ടേം ഫീറ്റസ് അല്ലെന്നുണ്ടെങ്കിൽ പ്രീ ടേം ലേബർ എന്ന് വേണമെങ്കിൽ പറയാം. പ്രീ ടേം ഡെലിവറി ഇവിടെ ഓപ്ഷൻ ഉണ്ട്. പ്രീ ടേം ഡെലിവറി അത് കോൺട്രാ ഇൻഡിക്കേറ്റഡ് ആണ്, പ്രീ ടൈം. ഓക്കെ, അതേപോലെ തന്നെ ദിസ് മൈക്രോസോമിയ, ഓക്കെ, ഫീറ്റൽ വെയിറ്റ് വിച്ച് ഇസ് മോർ ദാൻ 4 kilogram, ദാറ്റ് ആൾസോ കോൺട്രാ ഇൻഡിക്കേറ്റഡ്. ഓക്കെ, എനി ഫീറ്റൽ coagulation abnormalities, that also contraindicated for this windows. എന്തൊക്കെയാണ് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ? വിൻഡോസിന്റെ കോൺട്രാ ഇൻഡിക്കേഷൻ ഒന്നെന്താണ്? പ്രധാനപ്പെട്ട ഒന്ന് പ്രീ ടൈം ഡെലിവറി പറഞ്ഞു. പ്രീ ടൈം ഡെലിവറി, എനി ഫീറ്റൽ coagulation abnormalities, ഓക്കെ, അത് പറഞ്ഞു. ഓക്കെ, പിന്നീട് പറഞ്ഞ എന്താണ്? ദിസ് മാക്രോസോമിയ വെയിറ്റ് മോർ ദാൻ 4 kilogram. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നമ്മളുടെ ആൻസർ ഇവിടെ കറക്റ്റ് ആയിട്ട് കിടപ്പുണ്ട്. പ്രീ ടൈം ഡെലിവറി. ഓക്കെ, അപ്പോൾ അവിടെ ആൻസർ ആയിട്ടുണ്ട്, പ്രീ ടൈം ഡെലിവറി ഉണ്ട്, ബാക്കി ഒന്നും നോക്കേണ്ട കാര്യമില്ല. ഓക്കെ, സോ വിൻഡോസ് ഇൻ ദ സെക്കൻഡ് സ്റ്റേജ് ഓഫ് ലേബർ വിച്ച് ഇസ് കോൺട്രാ ഇൻഡിക്കേറ്റഡ് ഇൻ പ്രീ ടൈം ഡെലിവറി. ഓക്കെ, ക്ലിയർ ആയോ? ഈ വെർട്ടെക്സ് പ്രസന്റേഷൻ അല്ലാതെ ബാക്കി എല്ലാ പ്രസന്റേഷൻസും ഇവിടെ കോൺട്രാ ഇൻഡിക്കേറ്റഡ് ആണ്. ഓക്കെ, കോൺട്രാ ഇൻഡിക്കേറ്റഡ് ആണ്. അതേപോലെ തന്നെ ബാക്കി പറഞ്ഞ കാര്യങ്ങളെല്ലാം, എനി coagulation problems of this fetus and also this our preterm delivery, that is less than 34 weeks, and also this overweight or this macrosomia of the fetus more than 4 kilogram. Okay, clear? അപ്പോൾ നമുക്കിനി അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ
വെൻഡോസ് യൂസ് ചെയ്യുന്നതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചേക്കുക, അതിൻ്റെ ഒന്നും ആവശ്യമില്ല എങ്കിലും ജസ്റ്റ് ഒന്ന് കണ്ടേക്കുക. ഓക്കെ. 11th question. A nurse is monitoring the fetal heart rate of a woman in 38 weeks of gestation using a CTG. എന്താ CTG? CTG എന്താ CTG? പെട്ടെന്ന് പറയാം, സമയമില്ല നമുക്ക്, ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. CTG. What is the CTG? CTG. കാർഡിയാക് ടോക്കോഗ്രാഫി അല്ലേ? പൊയ്ക്കോട്ടെ. ഇവിടെ for interpretation of the FHR, she should know the baseline FHR which is between 38 weeks of gestation ആണ്. എന്തായിരിക്കും? പെട്ടെന്ന് പറഞ്ഞോ, സമയമില്ല. ഓക്കെ, എന്തായിരിക്കും? ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ എത്ര ആയിരിക്കും നമ്മളുടെ ഫീറ്റൽ ഹാർട്ട് റേറ്റ്? ഫസ്റ്റ് ട്രൈമസ്റ്റർ ആൾമോസ്റ്റ് 160 to 170 ബീറ്റ്സ് പെർ മിനിറ്റ് ആയിരിക്കും അല്ലേ? അത് ഈ ഫീറ്റൽ ഗ്രോത്തിനനുസരിച്ച് വിച്ച് ഡിക്രീസസ് ആണ് അല്ലേ? വിച്ച് ഡിക്രീസസ് ആണ്. അപ്പോൾ ഡിക്രീസസ് ഒരു ടേം ഒക്കെ ആകുമ്പോഴത്തേക്ക് ദാറ്റ് മേ ഡിക്രീസസ് ടു ഏതാണ്ട് ഒരു 110 to 150 ബീറ്റ്സ് പെർ മിനിറ്റ് ആണ്. സോ ദ ആൻസർ ഈസ് 110 to 150 ബീറ്റ് പെർ മിനിറ്റ്. ഓക്കെ, 110 to 150 ബീറ്റ്സ് പെർ മിനിറ്റ്. ഇതൊക്കെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇതൊക്കെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ തന്നെയാണ്, പ്രത്യേകിച്ച് ഒരു എക്സ്പ്ലനേഷൻ്റെ ആവശ്യം പോലും ഇല്ലാത്ത ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് തന്നെയാണ്. ഓക്കെ, നമുക്കിനി 12th ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഓക്കെ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ കമ്പണന്റ് ഓഫ് ബിഷപ്പ് സ്കോർ? ഓക്കെ, നല്ല ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ബിഷപ്പ് സ്കോറിന്റെ കമ്പണന്റ് അല്ലാത്തത് എന്തൊക്കെയാണ്? ഓക്കെ, നോക്കൂ. ഓക്കെ, സ്റ്റേഷൻ ഓഫ് ദ ഹെഡ് പറയുന്നുണ്ടോ? സ്റ്റേഷൻ ഓഫ് ദ ഹെഡ് പറയുന്നുണ്ട് അല്ലേ? കൺസിസ്റ്റൻസി ഓഫ് ദ സെർവിക്സ് പറയുന്നുണ്ട്. പൊസിഷൻ ഓഫ് ദ ഹെഡ് പറയുന്നുണ്ടോ? നോക്കണം. ഓക്കെ, സെർവിക്കൽ ഡയലേഷൻ പറയുന്നുണ്ട്. ഓക്കെ, നമുക്കൊന്ന് നോക്കിയേക്കാം എന്താണ് ഈ ബിഷപ്പ് സ്കോർ എന്ന് നോക്കിയേക്കാം. ഓക്കെ, നമുക്കൊരൊറ്റ കോഡ് ദാറ്റ് ഈസ് ഡൽഹി പോലീസ് എംപ്ലോയിഡ് സ്പെഷ്യൽ കമാൻഡോസ്. അപ്പോൾ ഇതിനകത്ത് വരുന്ന കമ്പണൻസ് എന്തൊക്കെയാണ്? ഒന്ന് ഡൽഹി ഫോർ ഡയലേഷൻ, ഡി ഫോർ ഡയലേഷൻ. P for പൊസിഷൻ ഓഫ് ദ സെർവിക്സ് ആണ്, പൊസിഷൻ ഓഫ് ദ ഹെഡ് അല്ല. പൊസിഷൻ ഓഫ് ദ സെർവിക്സ് ആണ്, പൊസിഷൻ ഓഫ് ദ ഹെഡ് അല്ല. ഓക്കെ, ഇനി അടുത്തത് എംപ്ലോയിഡ് എഫേഴ്സ്മെന്റ്. ഓക്കെ, സ്പെഷ്യൽ സ്റ്റേഷൻ ഓഫ് ദ ഹെഡ് സ്റ്റേഷൻ. ആൻഡ് C for കൺസിസ്റ്റൻസി. ഓക്കെ, ബാക്കിയുള്ള കാര്യങ്ങളൊന്നും ഞാൻ കൂടുതൽ പറയുന്നില്ല. പക്ഷേ നമുക്ക് അറിയേണ്ട ഒരു കാര്യമുണ്ട്, ഇതിന്റെ ആ ഒരു സ്കോർ റേഞ്ച് എങ്ങനെയാണ്? 0 to 13 ആണ് വരുന്നത്. ഓക്കെ, ഒരു ഐഡിയൽ സ്കോർ എന്ന് പറയുന്നത് ഇൻഡക്ഷൻ ഓഫ് ലേബർ, അതിന്റെ പ്രിഫറൻസിന് വേണ്ടിയാണ് നമ്മൾ ഈ ബിഷപ്പ് സ്കോർ ചൂസ് ചെയ്തിരിക്കുന്നത് അല്ലേ? ഫോർ ദ പർപ്പസ് ഓഫ് ദിസ് ഇൻഡക്ഷൻ ഓഫ് ലേബർ. അപ്പോൾ ഇവിടുത്തെ ഒരു ഐഡിയൽ സ്കോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? ഐഡിയൽ സ്കോർ എത്രയാണ്? ആൻസർ വരണം. ഐഡിയൽ സ്കോർ that is 8. Okay, favorable for this induction of labor എത്ര ആയിരിക്കണം സ്കോർ? favorable for the induction of labor എത്ര ആയിരിക്കണം സ്കോർ? that is between this 6 to 13. അപ്പോൾ unfavorable for the induction of labor എത്ര ആയിരിക്കും? the score which is less than 5 or 0 to 5 or which is less than 5, that is unfavorable for the induction of labor. ചില ബുക്കുകളിൽ 6 പറ്റില്ലെന്ന് പറയുന്നുണ്ട്, എങ്കിലും നമ്മുടെ PSC പരീക്ഷകൾക്കൊക്കെ ചോദിച്ച് കണ്ടത് വെച്ചിട്ട് ഞാൻ പറയുന്ന റേഞ്ച് 6 to 13 ഫേവറബിൾ ഫോർ ദ ഇൻഡക്ഷൻ ഓഫ് ലേബർ. ഓക്കെ, ചില ബുക്കുകളിലൊക്കെ അത് 5 എന്നും പറയും, സോറി ഈ 6 പറ്റില്ലെന്ന് പറയുന്നുണ്ട്. ഓക്കെ ഫൈൻ. അപ്പോൾ നമ്മളുടെ ആൻസറിലോട്ട് വരാം. നമ്മളുടെ ആൻസർ എന്താണ്? പൊസിഷൻ ഓഫ് ദ ഹെഡ് നമ്മളുടെ ഈ ഒരു ക്രൈറ്റീരിയയിൽ വരാത്ത സംഭവമാണ്. അപ്പോൾ പൊസിഷൻ ഓഫ് ദ ഹെഡ് ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി അടുത്ത ക്വസ്റ്റിനോട് പോകാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ അതും OBG മാത്രമായിരുന്നു തോന്നുന്നു ക്വസ്റ്റ്യൻസ് മൊത്തം. ഓക്കെ, എ വുമൻ ഇൻ ദ 4th സ്റ്റേജ് ഓഫ് ലേബർ ഡെവലപ്ഡ് സിവിയർ പോസ്റ്റ്പാർട്ടം ഹെമറേജ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ കോംപ്ലിക്കേഷൻ ഓഫ് സിവിയർ പോസ്റ്റ്പാർട്ടം ഹെമറേജ്? ഓക്കെ, നല്ല ക്വസ്റ്റ്യൻ ആണ്.
പറയാമോ? 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 അതായത് സിവിയർ ഹെമറേജ് കൊണ്ട് ഒരു ഗ്ലാൻഡ്, നമുക്കറിയാവുന്ന ഒരു ഗ്ലാൻഡ്, അതിന് ചില പ്രോബ്ലം ഉണ്ടാവുന്നു. ഹൈപ്പോപിറ്റ്യൂട്ടറിസം. ഹൈപ്പോപിറ്റ്യൂട്ടറിസവുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഡിസീസ് ഏതാണ് ഈ കൂട്ടത്തിൽ? വെരി ഗുഡ് ആൻസർ വന്നു. ദാറ്റ് ഈസ് ദ ഡിസീസ് വിച്ച് ഈസ് റിലേറ്റഡ് വിത്ത് ഹൈപ്പോപിറ്റ്യൂട്ടറിസം. ദാറ്റ് ഈസ് അവർ ഷീഹൻസ് സിൻഡ്രം. ഓക്കെ, ഷീഹൻസ് സിൻഡ്രം. ഓക്കെ, വിച്ച് ഈസ് റിലേറ്റഡ് വിത്ത് ഹൈപ്പോപിറ്റ്യൂട്ടറിസം. ഓക്കെ, ബാക്കിയുള്ള ആൻസേഴ്സ് കൂടെ ഒക്കെ ഒന്ന് നോക്കാം. ഓക്കെ, എന്താണ് ഈ കർത്താഗ്നേറ്റ് സിൻഡ്രം? കർത്താഗ്നേറ്റ് സിൻഡ്രം എന്താണ്? ഓക്കെ, എന്താണ്? പ്രൈമറി സീലിയറി ഡിസ്കൈനേസിയാണ് നമ്മളുടെ കർത്താഗ്നേറ്റ് സിൻഡ്രം എന്ന് പറയുന്നത്. ഓക്കെ, പ്രൈമറി സീലിയറി ഡിസ്കൈനേസിയ. അതുകൊണ്ട് ഇൻഫെർട്ടിലിറ്റി ഒക്കെ ഉണ്ടാകും. ഓക്കെ, അതിന് ട്രയാഡ്സ് ഓഫ് സിംറ്റംസ് ഉണ്ട്. എന്തൊക്കെയാ അത്? ട്രയാഡ്സ് ഓഫ് സിംറ്റംസ് ഓഫ് ദിസ് കർത്താഗ്നേറ്റ് സിൻഡ്രം. അതിന്റെ ട്രയാഡ്സ് ഓഫ് സിംറ്റംസ് എന്തൊക്കെയാണ് ട്രയാഡ്സ് ഓഫ് സിംറ്റംസ്? നമുക്ക് നോക്കാം. ട്രയാഡ്സ് ഓഫ് സിംറ്റംസ് ഓഫ് ദിസ് കർത്താഗ്നേറ്റ് സിൻഡ്രം എന്തൊക്കെയാണ്? ഹിയർ ദ ഫസ്റ്റ് വൺ ഈസ് സൈറ്റസ് ഇൻവേഴ്സസ്. സൈറ്റസ് ഇൻവേഴ്സസ് എന്താണ്? സൈറ്റസ് ഇൻവേഴ്സസ് അതായത് നമ്മളുടെ റൈറ്റ് സൈഡിൽ കാണുന്ന പാർട്സ് ഒക്കെ ലെഫ്റ്റ് സൈഡിൽ വരും. അതായത് മിറർ ഇമേജ് ആയിട്ടായിരിക്കും നമ്മളുടെ ബോഡി ഓർഗൻസ് വരുന്നത്. സൈറ്റസ് ഇൻവേഴ്സസ്. ഓക്കെ, അല്ലെങ്കിൽ ഡെക്സ്റ്റാ പൊസിഷൻ ഓഫ് ദ ഹാർട്ട് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഓക്കെ, റൈറ്റിൽ ഇരിക്കേണ്ട സാധനം, നോർമൽ മനുഷ്യനിൽ റൈറ്റിൽ ഇരിക്കേണ്ട സാധനം ലെഫ്റ്റിൽ വരും. ഓക്കെ, അതാണ് ഇത് സൈറ്റസ് ഇൻവേഴ്സസ്. ആൻഡ് ആൾസോ സൈനസൈറ്റിസ് ആൻഡ് ആൾസോ ബ്രോങ്കിയക്സ്റ്റാസിസ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിന്റെ 3 സിംറ്റംസ് എന്ന് പറയുന്നത്. സൈനസ് ഇൻവേഴ്സസ്, സൈനസൈറ്റിസ് ആൻഡ് ആൾസോ ബ്രോങ്കിയോഎക്സ്റ്റാസിസ് ഒക്കെയാണ് ഇതിന്റെ 3 സിംറ്റം ആയിട്ട് നമ്മൾ പറയുന്നത്. ഓക്കെ, പ്രൈമറി സീലിയറി ഡിസ്കൈനേസിയ, ആ ഒരു പേര് കൊടുത്തു വെച്ചേക്കുക. പ്രൈമറി സീലിയറി ഡിസ്കൈനേസിയ, അതർവൈസ് കാൾഡ് എന്താണ്? കർത്താഗ്നേറ്റ് സിൻഡ്രം. ഓക്കെ, അതിന്റെ ട്രയാഡ്സ് ഓഫ് സിംറ്റംസ് കൂടെ ഒന്ന് ഓർത്തു വെച്ചേക്കുക. ഇനി എന്താണ് നമ്മളുടെ ആഷർമാൻ സിൻഡ്രം? It is simply the trauma of the uterus after a surgery, especially we can say after this dilatation and curettage. Okay, it is simply the trauma of the uterus, especially after this D&C. That is Asherman syndrome. അതായത് അവിടെ ട്രോമ വന്നേക്കുന്ന ആ പിക്ചറിൽ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട് ട്രോമ. ഓക്കെ, ദാറ്റ്സ് അബൌട്ട് ആഷർമാൻ സിൻഡ്രം. ഓക്കെ, ക്ലിയർ ആയോ? അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A primary gravida present to the labor room at 34 weeks of gestation with acute abdominal pain for 2 hours, vaginal bleeding and decreased fetal movements. She should be managed by A choice, immediate induction of labor by oxytocics. Okay. B choice, immediate cesarean section. Okay. C choice, magnesium sulfate therapy. D choice, watchful expectancy. Okay. Indications of cesarean തന്നെ ഡയറക്റ്റ് ആയിട്ട് ചോദിച്ചേക്കുക. എന്താണ് റിലേറ്റീവ് ഇൻഡിക്കേഷൻസ് ഓഫ് അവർ സിസേറിയൻ സെഷൻ? എന്തൊക്കെയാണ്? ഹെമറേജ് വന്നിട്ടുണ്ട് ഇതിനകത്ത്, വജൈനൽ ബ്ലീഡിങ് അല്ലേ, അതേപോലെ തന്നെ ഡിക്രീസ്ഡ് ഫീറ്റൽ മൂവ്മെന്റ്സ്, ഫീറ്റൽ ഡിസ്ട്രസ്, ഇതൊക്കെ റിലേറ്റീവ് ഇൻഡിക്കേഷൻസ് ഫോർ ദിസ് സിസേറിയൻ സെഷൻ ആണ്. അപ്പോൾ ഇവിടുത്തെ ആൻസർ എന്തായിരിക്കും? സിസേറിയൻ സെക്ഷൻ ആയിരിക്കും നമ്മളുടെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. ഇമ്മീഡിയറ്റ് സിസേറിയൻ സെക്ഷൻ, വേറൊന്നും നോക്കേണ്ട കാര്യമില്ല. അവിടെ ഹെമറേജും കണ്ടു, അതേപോലെ തന്നെ ഡിക്രീസ്ഡ് ഫീറ്റൽ മൂവ്മെന്റ്സും കണ്ടു. സോ ഡയറക്ട്ലി ഓപ്റ്റ് ഫോർ സിസേറിയൻ സെക്ഷൻ. ക്ലിയർ? അടുത്ത ക്വസ്റ്റിനോട്ട് പോകാം. ഓക്കെ. ഡ്യൂറിംഗ് ദ infertility workup of a male partner, semen analysis shows most of the sperms are in abnormal form. What is the medical term used to denote abnormal form of sperms? ഏതായിരിക്കും? പെട്ടെന്ന് പറഞ്ഞോ, ഏതായിരിക്കും? Abnormal forms of this sperm, that is teratospermia.
അതാണ് അബ്നോർമൽ ഫോം ഓഫ് ദിസ് സ്പേംസ്. ദാറ്റ് ഈസ് കാൾഡ് ടെറക്ടോസൂസ്പെർമിയ. ഓക്കെ, ഇനി എസ്തനോസൂസ്പെർമിയ എന്താണ്? ഓക്കെ, ആസ്തനോസ്പെർമിയ. ആസ്തനോസ്പെർമിയ എന്താണ്? ആസ്തനോസ്പെർമിയ ആസ്തനോസ്പെർമിയ ഡിക്രീസ്ഡ് മോട്ടിലിറ്റി. ഓക്കെ, ആസ്തനോസ്പെർമിയ. അസൂസ്പെർമിയ എന്താണ്? അസൂസ്പെർമിയ absence of this sperm in the semen, that is called azoospermia. Okay, what is this aspermia? Absence of this ejaculation, that is called what? This aspermia. Okay, അപ്പോൾ ഇതെല്ലാം ഓർത്തു വെച്ചേക്കുക. ടെറക്ടോസൂസ്പെർമിയ, that is abnormal sperms. Okay, asthenospermia decreased motility. Okay, azoospermia, that is absence of sperm. Okay, aspermia, that is absence of this ejaculation itself. Okay, അപ്പോൾ ഇത്രയുമാണ് നമ്മളുടെ ആ ഒരു ക്വസ്റ്റ്യനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ബ്ലഡ് വോളിയം ഇൻ എ നിയോനേറ്റ് ഈസ്. ബ്ലഡ് വോളിയം ഇൻ എ നിയോനേറ്റ്, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഇതൊക്കെ. എത്രയാണ് ബ്ലഡ് വോളിയം ഇൻ എ നിയോനേറ്റ്? യൂഷ്വലി പറയുന്നത് എങ്ങനെയാണ്? 85 to 90 ആണ്. ഓക്കെ, 90 ml per കിലോഗ്രാം ബോഡി വെയിറ്റ് ആണ് പറയുന്നത്. 85 to 90. ഓക്കെ, അപ്പോൾ ഇവിടെ ആ ഒരു റേഞ്ചിലുള്ള വന്നിട്ടുണ്ട്, 85 വന്നിട്ടുണ്ട്. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത് നിയോനേറ്റിലെയാണ്. ഇൻഫന്റിലെയോ? ഇൻഫന്റിലെ എത്ര? ഇൻഫന്റ് 75 to 80 ml per കിലോഗ്രാം ബോഡി വെയിറ്റ്. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ചൈൽഡിലോ? ചൈൽഡിലോ 70 to 75 ml per കിലോഗ്രാം ബോഡി വെയിറ്റ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അഡൾട്ടിലോ? അഡൾട്ടിൽ ഇതിനകത്ത് ഓപ്ഷൻ ഉണ്ട്. അഡൾട്ടില് 65 to 70 ml per കിലോഗ്രാം ബോഡി വെയിറ്റ്. ഓക്കെ, അപ്പോൾ ഒന്ന് ഓർത്ത് വെച്ചേക്കുക. നമ്മളുടെ നിയോനേറ്റ്സിലാണ് ചോദിച്ചേക്കുന്നത്. 85 to 90 ml per കിലോഗ്രാം ബോഡി വെയിറ്റ് ആണ്. അപ്പോൾ ഇവിടെ ആൻസർ ഉണ്ട്, 85 ഉണ്ട്. നമുക്ക് അതുകൊണ്ട് 85 ചൂസ് ചെയ്യാം. ക്ലിയർ? അടുത്ത ക്വസ്റ്റ്യനോട് പോകാം. ഓക്കെ, ഇൻ ദ ചെസ്റ്റ് എക്സ്റേ ബൂട്ട് ഷേപ്ഡ് അപ്പിയറൻസ് ഓഫ് ഹാർട്ട് ഈസ് സീൻ ഇൻ. അറിയാം, ടെട്രോളജി ഓഫ് ഫലറ്റ് അല്ലേ? ടെട്രോളജി ഓഫ് ഫലറ്റ്. ഞാൻ പറയുന്ന കാര്യം ഒന്ന് ഓർത്ത് വെച്ചേക്കുക. ടെട്രോളജി ഓഫ് ഫലറ്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് സി പ്രോ എസ് ബി ടി ഓർത്ത് വെച്ചേക്കുക. ഇതൊരു സൈനോട്ടിക് ഹാർട്ട് ഡിസീസ് ആണ് അല്ലേ? പൾമണറി സ്റ്റീനോസിസ് ഉണ്ട് അല്ലേ? റൈറ്റ് വെൻട്രിക്കുലാർ ഹൈപ്പർട്രോഫി ഉണ്ട് അല്ലേ? ഓവർ റൈഡിങ് ഓഫ് അയോർട്ട ഉണ്ട് അല്ലേ? VSD വെൻട്രിക്കുലാർ സെപ്റ്റൽ ഡിഫക്റ്റ് ഉണ്ട്. ഇനി ഈ 4 കൂടെ ASTയും കൂടെ ചേർന്ന് കഴിഞ്ഞാൽ എന്തായി? പെൻറ്റോളജി ഓഫ് ഫലറ്റായി. ഇനി ഇതിന്റെ മാനേജ്മെന്റ് അല്ലെങ്കിൽ ഇതിന്റെ ക്ലിനിക്കൽ ഫീച്ചേഴ്സ് ആദ്യം പറയാം. ക്ലിനിക്കൽ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? ക്ലിനിക്കൽ ഫീച്ചേഴ്സ് ആയിട്ട് വരുന്നത് സ്ക്വാട്ടിംഗ് പൊസിഷൻ വരും അല്ലേ? സ്ക്വാട്ടിംഗ് പൊസിഷൻ ബിഫോർ ബൂട്ട് ഷേപ്ഡ് ഹാർട്ട് വരും അല്ലേ? T4 ടെറ്റ് സ്പെല്ല് വരും. ഓക്കെ, അപ്പോൾ C Pro SBT എന്ന് അങ്ങ് ഓർത്താൽ മതി. ഓക്കെ, ബൂട്ട് ഷേപ്ഡ് ഹാർട്ട് എന്തുകൊണ്ടായിരിക്കും വരുന്നത്? റൈറ്റ് വെൻട്രിക്കുലർ ഹൈപ്പർട്രോഫി കൊണ്ടായിരിക്കും ആ ബൂട്ട് ഷേപ്ഡ് ഹാർട്ട് അവിടെ വരുന്നത്. ഓക്കെ, PDA പൾമണറി സ്റ്റീനോസിസ് നോട്ട് PDA. PDA മീൻസ് പേറ്റന്റ് ഡക്ടസ് ആർട്ടീരിയോസിസ് ആണ്. ഓക്കെ, അത് പോയിക്കോട്ടെ. അപ്പോൾ ഇവിടെ PDA-ലല്ല വരുന്ന ബൂട്ട് ഷേപ്ഡ് ഹാർട്ട് വരുന്നത് ക്ലാസിക്കൽ ക്വസ്റ്റ്യൻ ആണ് വരുന്നത്. നമ്മളുടെ ടെട്രോളജി ഓഫ് ഫലറ്റ് ഒരിക്കലും മറന്നേക്കരുത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ആൻസർ ടെട്രോളജി ഓഫ് ഫലറ്റ്. ഓക്കെ, ക്ലിയർ? അപ്പൊ നമുക്ക് ഇതാണ് ബൂട്ട് ഷേപ്ഡ് ഹാർട്ട്. ബിക്കോസ് ഓഫ് ദാറ്റ് റൈറ്റ് വെൻട്രിക്കുലർ ഹൈപ്പർട്രോഫി. ഓക്കെ, this boot shaped heart which is in tetralogy of Fallot. Okay, ബാക്കിയൊക്കെ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ. പൾമണറി സ്റ്റീനോസിസ് പറഞ്ഞു, റൈറ്റ് വെൻട്രിക്കുലർ ഹൈപ്പർട്രോഫി പറഞ്ഞു, വെൻട്രിക്കുലർ സെപ്റ്റൽ ഡിഫക്റ്റ് പറഞ്ഞു, ഓവർ റൈഡിംഗ് ഓഫ് അയോർട്ട.
ഓവർ റൈഡിങ് ഓഫ് അയോർട്ട, അത് എല്ലാം പറഞ്ഞതാണ്. ഇതിന്റെ സിംറ്റംസ് ആയിട്ട് ഞാൻ പറഞ്ഞതാണ്. ഓക്കെ, ബൂട്ട് ഷേപ്ഡ് ഹാർട്ട് കൊടുത്തിരിക്കുക. അങ്ങനെയാണെങ്കിൽ ഇത് ഇതിനകത്ത് കാണും, egg on string appearance, egg on string appearance in the X-ray. ഇതിനകത്ത് കാണും, ഏത് കണ്ടീഷനിൽ കാണും? egg on string, egg on string എതിൽ കാണും? പെട്ടെന്ന് പറഞ്ഞു. egg on string, TGA, transposition of the great arteries. ഓക്കെ, ട്രാൻസ്പോസിഷൻ ഓഫ് ദ ഗ്രേറ്റ് ആർട്ടറീസ്. ഏതൊക്കെയാണ് നമ്മുടെ ഗ്രേറ്റ് ആർട്ടറീസ്? പൾമണറി ആർട്ടറിയും അതേപോലെ തന്നെ അയോർട്ടയും ഇല്ലേ? അപ്പോൾ അയോർട്ട വരേണ്ട പ്ലേസിൽ എന്ത് വരും? പൾമണറി ആർട്ടറി വരും. പൾമണറി ആർട്ടറി വരേണ്ട പ്ലേസിൽ എന്ത് വരും? അവിടെ അയോർട്ട വരും. ഓക്കെ, രണ്ടും പരസ്പരം മാറി വരും. ദാറ്റ് ഈസ് നമ്മുടെ ട്രാൻസ്പോസിഷൻ ഓഫ് ദ ഗ്രേറ്റ് ആർട്ടറീസ്. ഓക്കെ, ഈ കണ്ടീഷൻ എന്താണ്? സ്നോമാൻ ഷേപ്പ് എവിടെ കാണും? സ്നോമാൻ ഷേപ്പ് എവിടെ വരും? എതിൽ വരും? ഏതാ കണ്ടീഷൻ? പെട്ടെന്ന് പറഞ്ഞോ. ടോട്ടൽ അനോമലസ് പൾമണറി വീനസ് റിട്ടേൺ. ഈ കണ്ടീഷനിലാണെന്ന് വരുന്നത് സ്നോമാൻ ഷേപ്ഡ് എക്സ്റേ. ഓക്കെ, സ്നോമാൻ ഷേപ്പ് ഇൻ ദ എക്സ്റേ. എഗ് ഓൺ സ്ട്രിങ് വരുന്ന എവിടെയാണ്? എഗ് ഓൺ സ്ട്രിങ് അത് വരുന്ന എവിടെയാണ്? നമ്മളുടെ TGA, ട്രാൻസ്പോസിഷൻ ഓഫ് ദ ഗ്രേറ്റ് ആർട്ടറീസ്. ഓക്കെ, ടോട്ടൽ അനോമലസ് പൾമണറി വീനസ് റിട്ടേൺ അതിനകത്ത് വരുന്നതാണ് ഇത് സ്നോമാൻ. ഓക്കെ, പൊയ്ക്കോട്ടെ. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിച്ചോട്ടെ. ബാഡ് വിങ് ഷേപ്ഡ് എക്സ്റേ എവിടെ വരും? ബാഡ് വിങ് ഷേപ്ഡ് എക്സ്റേ എഗ് ഓൺ സ്ട്രിങ് കേട്ടോ, എഗ് ഇൻ കപ്പല്ല, എഗ് ഓൺ സ്ട്രിങ്. ഓക്കെ, ബാഡ് വിങ് ഷേപ്ഡ് എക്സ്റേ എവിടെ വരും? ബാഡ് വിങ് ഓർ ബട്ടർഫ്ലൈ ഷേപ്ഡ് എക്സ്റേ എവിടെ വരും? ഒരു ക്ലാസിക്കൽ കണ്ടീഷൻ, ബട്ടർഫ്ലൈ ഷേപ്ഡ് ഓർ ബാഡ് വിങ് ഷേപ്ഡ്. പെട്ടെന്ന് പറഞ്ഞു. TGA, ബാഡ് വിങ് ഷേപ്ഡ്. ദാറ്റ് ഈസ് ഇൻ അവർ പൾമണറി എഡിമയിലാണ് ബാഡ് വിങ് ഷേപ്ഡ് എക്സ്റേ വരുന്നത്. ബാഡ് വിങ് ഷേപ്ഡ് അല്ലെങ്കിൽ ബട്ടർഫ്ലൈ ഷേപ്ഡ് എക്സ്റേ വരുന്നത് പൾമണറി എഡിമ. ഡ്രൗണിങ് ഇൻ ഹിസ് ഓൺ ഫ്ലൂയിഡ് എന്നറിയപ്പെടുന്ന കണ്ടീഷൻ. The condition otherwise known as drowning in his own fluid. Okay, drowning in his own fluid. Previous question ആണ് കേട്ടോ. Drowning in his own fluid. The condition is pulmonary edema. പോയിക്കോട്ടെ. Okay. Next. Simple. Direct question. പറയാമോ? Milk secretion reflux in breastfeeding occurs due to the release of secretion ആണ്, ejection അല്ല. secretion ഏതാണ്? secretion prolactin, ejection എന്താണ്? oxytocin. ഓക്കെ, അപ്പോൾ അത് അവിടെ കിട്ടി. സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ്. ഓക്കെ, 19th, the temperature to be maintained for storage and transport of vaccines. സ്റ്റോറേജ് ആൻഡ് ട്രാൻസ്പോർട്ടിന് നമ്മൾ വാക്സിൻ സ്റ്റോർ ചെയ്യുന്നതിനും ട്രാൻസ്പോർട്ട് ചെയ്യുന്നതിനും നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ടെമ്പറേച്ചർ. ഓക്കെ, 2 to 8 degrees Celsius. 2 to 8 degrees Celsius, right option. 2 to 8 degrees Celsius is the right option. Okay, sorry. Okay, 2 to 8 degrees Celsius. Okay, ഈ -20 degree ഒന്ന് ഓർത്ത് വെച്ചേക്കണം. -20 degree. The vaccine which stored in this -20 degrees Celsius ഏതാണ്? ഏത് വാക്സിൻ ആണ്? സോറി, -20 ഡിഗ്രിയിൽ സ്റ്റോർ ചെയ്യുന്ന വാക്സിൻ ഏതാണ്? നമ്മുടെ ആൻസർ ഇതാണ്, 2 to 8 ആണ്. നമ്മുടെ ആൻസർ 2 to 8 degrees Celsius ആണ്. നമ്മുടെ ആൻസർ is 2 to 8 degrees Celsius. The vaccine which stored in -20 degrees Celsius, polio vaccine. The vaccines which never be chilled, never be freezed. T series vaccines എല്ലാം തന്നെ, our TT, DT, DPT, hepatitis ഇതെല്ലാം തന്നെ which never be chilled. Okay, അടുത്ത ക്വസ്റ്റ്യനോട് പോകാം. Okay, 20th question. Okay, pink color in color code classification of IMNCA.
integrated management of neonatal and childhood illness. Okay, guideline indicates first one hospital referral, B choice initiation of treatment, C choice home treatment, D choice none of the above. IMNCA ക്ലാസിഫിക്കേഷനിൽ പിങ്ക് കളർ എന്തിനെ റെപ്രസെന്റ് ചെയ്യുന്നു? പിങ്ക് കളർ എന്തിനെ റെപ്രസെന്റ് ചെയ്യുന്നു? പിങ്ക് പിങ്ക് പറഞ്ഞോ? പിങ്ക് പറഞ്ഞോ, പെട്ടെന്ന് പറഞ്ഞോ. പിങ്ക് പിങ്ക് കളർ ഹോസ്പിറ്റൽ റെഫറൽ, ഇമ്മീഡിയറ്റ് ഹോസ്പിറ്റൽ റെഫറൽ ആണ്. ഓക്കെ, ഇമ്മീഡിയറ്റ് ഹോസ്പിറ്റൽ റെഫറൽ ആണ് ദിസ്. സോറി, ഓക്കെ, ഇമ്മീഡിയറ്റ് ഹോസ്പിറ്റൽ റെഫറൽ ആണ് എന്ന് പറയുന്നത് പിങ്ക് കളർ കേട്ടോ. ഹോസ്പിറ്റൽ റെഫറൽ ദാറ്റ് ഈസ് പിങ്ക് കളർ. ഓക്കെ, എന്തൊക്കെ കളർ ഉണ്ട്? പിങ്ക് ഉണ്ട്, യെല്ലോ ഉണ്ട്, ഗ്രീൻ കളർ ഉണ്ട് അല്ലേ? പിങ്ക്, യെല്ലോ ആൻഡ് ഗ്രീൻ കളർ. ഓക്കെ, ഇനി ഇനിഷ്യേഷൻ ഓഫ് ട്രീറ്റ്മെന്റ്. ഇനിഷ്യേഷൻ ഓഫ് ട്രീറ്റ്മെന്റ്, ഇനിഷ്യേഷൻ ഓഫ് ട്രീറ്റ്മെന്റ് ഓഫ് ദാറ്റ് ഫെസിലിറ്റി. ഇമ്മീഡിയറ്റ് റെഫറൽ ആണ് എന്ത്? പിങ്ക് കളർ. Initiation of this treatment in that facility, that is yellow color. Yellow color. Okay, home treatment, home treatment, the color is വലിയ കുഴപ്പമൊന്നുമില്ല, എപ്പോഴും ഗ്രീൻ, ഗ്രീൻ. ഓക്കെ, ഗ്രീൻ. ഓക്കെ, സിമ്പിൾ ആണ്, കാര്യമൊന്നുമില്ല. ഓക്കെ, ഫൈൻ. അടുത്ത ക്വസ്റ്റ്യനോട് പോകാം. 21. The antidote used in paracetamol toxicity. എന്താണ്? N-acetyl cysteine അല്ലേ? എല്ലാവർക്കും അറിയാവുന്ന തന്നെയാണ്. അട്രോപിൻ, അട്രോപിൻ എന്നതിന്റെ ആന്റിഡോട്ട് ആണ് അട്രോപിൻ. അട്രോപിൻ കോളിനർജിക് ക്രൈസിസിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ആന്റിഡോട്ട് ആണ് ഇത്, നമ്മളുടെ അട്രോപിൻ. ഓക്കെ, ഡെസ്ഫെറോക്സാമിനോ, ഡെസ്ഫെറോക്സാമിൻ ഒരുപാട് തവണ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ആ പേര് തന്നെ ഉണ്ട്, ഫെറസ്. ഡെസ്ഫെറോക്സാമിൻ, അയൺ ടോക്സിസിറ്റി, അയൺ ടോക്സിസിറ്റി. ഓക്കെ, ഐസോപ്രോട്ടറിനോൾ, ഐസോപ്രോട്ടിറിനോൾ, ഐസോപ്രോട്ടിറിനോൾ എന്തായിരിക്കും? നമ്മളുടെ പ്രൊപ്രനോളിന്റെ, പ്രൊപ്രനോളിന്റെ, പ്രൊപ്രനോളിന്റെ ആന്റിഡോട്ട് ആയിരിക്കും. ഓക്കെ, ബാക്കിയൊക്കെ അറിയായിരിക്കും അല്ലേ? നമ്മളുടെ ഹെപ്പാരിൻ, പ്രോട്ടാമിൻ സൾഫേറ്റ് അറിയായിരിക്കും. വാർഫാരിൻ, വൈറ്റമിൻ കെ അറിയായിരിക്കും അല്ലേ? ഓക്കെ, നമ്മളുടെ നേരത്തെ പറഞ്ഞ നമ്മളുടെ മഗ്നീഷ്യം സൾഫേറ്റിന്റെ ആന്റിഡോട്ട് ഏതാണ്? ദ ആന്റിഡോട്ട് ഓഫ് ദിസ് മഗ്നീഷ്യം സൾഫേറ്റ് നമ്മൾ ആദ്യം പറഞ്ഞ എന്താണ്? ആന്റിഡോട്ട് ഓഫ് മഗ്നീഷ്യം സൾഫേറ്റ് കാൽസ്യം ഗ്ലൂക്കോണേറ്റ്, കാൽസ്യം, കാൽസ്യം ഗ്ലൂക്കോണേറ്റ്, കാൽസ്യം ഗ്ലൂക്കോണേറ്റ്. ഓക്കെ, ഡിജോക്സിൻ, ഡിജോക്സിൻ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ഡിജി ഇമ്മ്യൂൺ ഫാബ് അല്ലെങ്കിൽ ഡിജി ബൈൻഡ്, ഡിജി ഇമ്മ്യൂൺ ഫാബ് ഓർ ഡിജി ബൈൻഡ്, ഡിജി ഇമ്മ്യൂൺ ഫാബ് ഓർ ദിസ് ഡിജി ബൈൻഡ്. ഓപ്പിയോയിഡ്സിന്റെ, ഓപ്പിയോയിഡ്സ്, ഓപ്പിയോയിഡ്സ്, നലോക്സോൺ, നമുക്കിനി ബാക്കിയുള്ള നമുക്കിനി ക്ലാസ്സുകളിൽ പറയാം. നലോക്സോൺ, ഇതൊക്കെ ആന്റിഡോട്ട്സ് എല്ലാം വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതൊരു ഏരിയ തന്നെയാണ്. മൊത്തം പഠിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു ക്വസ്റ്റ്യൻ ഉറപ്പായിട്ടും കിട്ടും. ഓക്കെ, ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഓക്കെ, ഡിസ്ലെക്സിയ മീൻസ്, ഡിസ്ലെക്സിയ, ഡിസ്ലെക്സിയ മീൻസ് ഇത് പറയണം, ചാറ്റ് ചെയ്യണം. ഡിഫിക്കൽട്ടി ഇൻ റീഡിംഗ്, ഡിഫിക്കൽട്ടി ഇൻ റൈറ്റിംഗ്, ഓക്കെ, ഡിഫിക്കൽട്ടി ഇൻ മാത്തമാറ്റിക്സ്, ഓക്കെ, ഡിഫിക്കൽട്ടി ഇൻ റീസണിങ്. നലോക്സോൺ ഒക്കെ പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, ഓക്കെ, ഡിസ്ലെക്സിയ മീൻസ്, ഡിസ്ലെക്സിയ, ഡിസ്ലെക്സിയ മീൻസ്, dyslexia, dyslexia, difficulty in reading, difficulty in reading, difficulty in reading, difficulty in reading is actually dyslexia. Okay, dyslexia, difficulty in reading. തെറ്റിക്കരുത് കേട്ടോ, സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആദ്യം ചാറ്റ് ചെയ്ത ആളെ തന്നെ തെറ്റിച്ചു കേട്ടോ. ഡിഫിക്കൽട്ടി ഇൻ റീഡിംഗ് ആണ് കേട്ടോ, ഡിസ്ഗ്രാഫിയ ആണ് ഡിഫിക്കൽട്ടി ഇൻ റൈറ്റിംഗ്. ഓക്കെ, ദിസ് ഡിഫിക്കൽട്ടി ഇൻ മാത്തമാറ്റിക്സ്,
ഓക്കെ, എന്തായിരിക്കും? ഡിസ്കാൽക്കുലിയ. ഓക്കെ, ഡിസ്കാൽക്കുലിയ. ഓക്കെ, ഓർ ഡിസ്കാൽക്കുലിയ, ഡിസ്കാൽക്കുലിയ. ഓക്കെ, ഡിഫിക്കൽറ്റി ഇൻ മാത്തമാറ്റിക്സ്, ഡിഫിക്കൽറ്റി ഓഫ് റീസണിങ്, അങ്ങനെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇല്ല. ഓക്കെ, ആ ഒരു ഓപ്ഷൻ അങ്ങനെ കൊടുക്കുന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇവിടെ ഡിഫിക്കൽറ്റി ഇൻ റീഡിംഗ് ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, ഫൈൻ. ഓക്കെ, നമുക്കിനി അടുത്ത ക്വസ്റ്റിനോട് പോകാം. ഓക്കെ, ഓക്കെ, വെരി ഗുഡ് ക്വസ്റ്റ്യൻ. എപ്പോഴും നമ്മൾ കാണുന്ന ക്വസ്റ്റ്യൻ അല്ലേ? എന്താണ്? ക്ലൈൻഫെൽറ്റേഴ്സ് സിൻഡ്രം ക്രോമസോമൽ അബ്നോർമാലിറ്റി ഈസ് റെപ്രസെന്റഡ് ആസ്. എന്താണ് ക്ലൈൻഫെൽറ്റേഴ്സ്? എന്താണ്? ആരിലാണ് ഇത് വരുന്നത്? ക്ലൈൻഫെൽറ്റേഴ്സ് ആരിലാണ് വരുന്നത്? മെയിൽസിലാണോ ഫീമെയിൽസിലാണോ വരുന്നത്? എത്ര ക്രോമസോം നമ്പർ എത്ര ആണ് ക്ലൈൻഫെൽറ്റേഴ്സിലെ? പറഞ്ഞോ. ക്രോമസോം നമ്പർ 47 വരും അല്ലേ? 47 വരും അല്ലേ? ക്ലൈൻഫെൽറ്റേഴ്സ് 47 വരും അല്ലേ? എത്ര ആണ്? എങ്ങനെയാണ് അത് വരുന്നത്? XXY ആണ് അല്ലേ? 1 more X ക്രോമസോം അല്ലേ? അതാണ് ക്ലൈൻഫെൽറ്റേഴ്സ് സിൻഡ്രം അല്ലേ? അല്ലേ? അപ്പോൾ അവിടെ അത് മെയിലായിരിക്കും അല്ലേ? അപ്പോൾ ഈ X0 ഇവിടെ ഒരു എക്സ് അധികമായി. അപ്പോൾ ഒരു എക്സ് കുറഞ്ഞു കഴിഞ്ഞാൽ അത് 45 ആവും ടോട്ടൽ ക്രോമസോം. അതെന്താണ്? X0 എന്താണ്? അതെന്താണ് സംഭവം? അതാണ് നമ്മളുടെ ടേർണേഴ്സ് സിൻഡ്രം. ഓക്കെ, ക്ലിയർ. ഇനി XYY അതേത് പേരിൽ അറിയപ്പെടുന്ന XYY എന്താണ്? അതാണ് ജേക്കബ് സിൻഡ്രം. ഓക്കെ, ഇനി ഇതിന്റെ കൂടെ ചേർത്ത് വെച്ച് പഠിക്കേണ്ട കാര്യങ്ങൾ ഏതൊക്കെയാണ്? 21st ട്രൈസോമി. ഏതാണ് 21st ട്രൈസോമി? നമ്മളുടെ ഡൗൺ സിൻഡ്രം നേരത്തെ പറഞ്ഞു. ഡൗൺ സിൻഡ്രം 21st ട്രൈസോമി. ഓക്കെ, പോയിക്കോട്ടെ. ബാക്കി കാര്യങ്ങൾ നമുക്ക് നമ്മുടെ ക്ലാസ്സിൽ പഠിക്കാം. ഓക്കെ, ഡീറ്റെയിൽ പഠിക്കാം. ഇതിനൊക്കെ കുറച്ച് കോഡുകളൊക്കെ ഉണ്ട്, അതൊക്കെ വെച്ചിട്ട് നമുക്ക് പഠിക്കാം. ഓക്കെ, രസകരമായിട്ട് പഠിക്കാം. ഓക്കെ, ഫൈൻ. നമുക്ക് അടുത്ത ക്വസ്റ്റിലോട്ട് പോകാം. ഓക്കെ, ഡുഹാമൽ സർജറി ഈ ഡൺ ഇൻ റിസെക്റ്റിംഗ്. സിമ്പിൾ ക്വസ്റ്റ്യൻ, എല്ലാം ഡയറക്റ്റ് ആയിരുന്നു. എന്താണ് ഡുഹാമൽ? നമ്മളുടെ ഹിയർസ്പ്രോങ്സ് ഡിസീസ് ഇല്ലേ? കൺജനൈറ്റൽ എഗാംബ്രിയോണിക് മെഗാകോളൻ ഇല്ലേ? നമ്മുടെ ഹിയർസ്പ്രോങ് ഡിസീസ് ഇല്ലേ? എന്താണ് അവിടെ ഈ ഒരു പ്രൊസീജിയറിൽ എന്താണ് പ്രത്യേകത? നമ്മളുടെ എഗാംബ്രിയോണിക് ആയിട്ടുള്ള പാർട്ട് അങ്ങ് റിസെക്ട് ചെയ്ത് കളയും, എന്നിട്ട് അത് പുൾ ത്രൂ ചെയ്യും, വലിക്കും അല്ലേ? എന്നിട്ട് അത് നമ്മളുടെ റെക്ടം ഓർ ഏനസുമായിട്ട് എന്ത് ചെയ്യും? അനാസ്റ്റമോസ് ചെയ്യും അല്ലേ? അതാണ് നമ്മളുടെ ഡുഹാമൽ സർജറി എന്ന് പറയുന്നത് അല്ലേ? ഇതൊരു പുൾ ത്രൂ പ്രൊസീജിയർ ആണ്. പുൾ ത്രൂ പ്രൊസീജിയർ വേറെയൊക്കെ ഉണ്ട്. സെൻസൻസ് പ്രൊസീജിയർ ഉണ്ട്, അതും ഒരു പുൾ ത്രൂ പ്രൊസീജിയർ തന്നെയാണ്. ഇവിടെ യൂസ് ചെയ്യുന്നതാണ് സെൻസൻസ് പ്രൊസീജിയർ. സെൻസൻസ് പ്രൊസീജിയർ. ഓക്കെ, അതേപോലെ തന്നെ ഒരു സെൻസൻസ് പ്രൊസീജിയറും അതേപോലെ തന്നെ ഈ നമ്മളുടെ ഡുഹാമൽ പ്രൊസീജിയറും എവിടെയുള്ളതാണ്? ഹിയർസ്പ്രോങ് ഡിസീസിലുള്ളതാണ്. ഓക്കെ, ഈ പൈലോറിക് സ്റ്റീനോസിന് സ്പെസിഫിക് ആയിട്ട് എന്തെങ്കിലും ഓപ്പറേഷൻ ഉണ്ടോ? അതിന്റെ പേരെന്താണ്? പൈലോറിക് സ്റ്റീനോസിസ് സ്പെസിഫിക് ഓപ്പറേഷൻ റാംസ്റ്റെഡ്സ് ഓപ്പറേഷൻ ഫോർ ദിസ് പൈലോറിക് സ്റ്റീനോസിസ്. റാംസ്റ്റെഡ്സ് ഓപ്പറേഷൻ ഫോർ ദിസ് പൈലോറിക് സ്റ്റീനോസിസ്. ഓക്കെ, അവിടെ അത്രയും കാര്യങ്ങളേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മളുടെ ഡയറക്റ്റ് ക്വസ്റ്റൻ ആയിരുന്നു, ഹിയർസ്പ്രോങ്സ് ഡിസീസ് ആയിരുന്നു ആൻസർ. ഓക്കെ, അടുത്തത് ദ തലാസീമിയ ദ മോഡ് ഓഫ് ജെനറ്റിക്സ് ട്രാൻസ്മിഷൻ ഈസ്. ഓക്കെ, എന്താണ് തലാസീമിയ? ദ മോഡ് ഓഫ് ജെനറ്റിക് ട്രാൻസ്മിഷൻ ഈസ്. സിമ്പിൾ ആണ്. എന്താണ്? ഇത് ഓട്ടോസോമൽ റെസസീവ് ആണ്. അതായത് 2 ജീൻസിലും അബ്നോർമാലിറ്റി ഉണ്ടായിരിക്കണം അല്ലേ? നമുക്കറിയാം ഇത് കൂലീസ് അനീമിയ എന്നറിയപ്പെടുന്ന ഡിസീസ് ആണ്, അല്ലെങ്കിൽ മെഡിറ്ററേനിയൻ അനീമിയ എന്നൊക്കെ അറിയപ്പെടുന്ന ഡിസീസ് ആണ്. ഏത്? നമ്മളുടെ ഈ തലാസീമിയ എന്നറിയപ്പെടുന്ന ഡിസീസ് അല്ലേ? തലാസീമിയ, കൂലീസ് അനീമിയ അല്ലെങ്കിൽ മെഡിറ്ററേനിയൻ അനീമിയ എന്നൊക്കെ അറിയപ്പെടുന്നതാണ് ഏത്? നമ്മളുടെ തലാസീമിയ. അപ്പോൾ ആൽഫ ചെയിനിലോ ബീറ്റ ചെയിനിലോ ഒക്കെ ഡിഫക്റ്റ് ഉണ്ടായിരിക്കും, പക്ഷെ മോർ കോമൺ ഈസ് ഇൻ ദ ബീറ്റ ചെയിൻ. ബീറ്റ തലാസീമിയ ഈസ് ദ മോർ കോമൺ. ഓക്കെ, അപ്പോൾ നമ്മളുടെ ഇവിടുത്തെ ആൻസർ ഓട്ടോസോമൽ റെസസീവ് ആണ്. റെസസീവ് മീൻസ് എന്താണ്? ഇവിടെ അബ്നോർമൽ ആയിട്ടുള്ള 2 ജീൻസ് ഉണ്ടായിരിക്കണം. ഓക്കെ, ദാറ്റ് ഈസ് ഓട്ടോസോമൽ റെസസീവ്. ഓക്കെ,
അപ്പോൾ നമുക്ക് 25 ക്വസ്റ്റ്യൻസ് വരെയാണ് ഇന്ന് ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഇവിടെ വെച്ചിട്ട് വൈൻഡപ്പ് ചെയ്യാം. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, നമുക്ക് കുറച്ചുകൂടെ സ്പീഡ് കൂട്ടിയേക്കാം അടുത്ത ക്ലാസ്സിൽ കേട്ടോ. ഓക്കെ, തൽക്കാലം വൈൻഡപ്പ് ചെയ്യാം. ക്ലിയർ ആയോ? നമുക്ക് ക്ലാസ് തുടങ്ങാൻ സമയമായി. ഓക്കെ, വൈൻഡപ്പ് ചെയ്യാം. ക്ലിയർ ആയോ? ഇതുവരെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ക്ലിയർ ആയോ? ഹലോ, തൽക്കാലം നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, അപ്പോൾ എല്ലാവരും തന്നെ മറക്കാതെ നമ്മളുടെ അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ നഴ്സിംഗ് നമ്മളുടെ യൂണിക് ആയിട്ടുള്ള നമ്മളുടെ കോംപ്രിഹെൻസീവ് ആ ഒരു കോഴ്സിലേക്ക് ജോയിൻ ചെയ്യുക. നിങ്ങൾ ആഗ്രഹിക്കുന്ന മികച്ച റാങ്കിലേക്ക് എത്തിച്ചേരുക. നമുക്ക് മറ്റൊരു ക്ലാസ്സുമായിട്ട് കാണാം. അതുവരെ ഗുഡ് നൈറ്റ്, ടേക്ക് കെയർ. ഓക്കെ.